മാറ്റുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും അത്ഭുതമായി മാറ്റുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കുന്നവരാൽ നമ്മൾ അടയാളങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. തുടർമാനമായി കർത്താവിൻ്റെ വചനം നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ് ധ്യാനിക്കുവാൻ ആരംഭിച്ചത്. ഇന്നലെ നമ്മൾ 2 ദിവസമായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണാനും അനുഭവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നു. നാളുകളായിട്ടുള്ള മാരക രോഗങ്ങളൊക്കെയും സൗഖ്യമാകുന്നതും ദൈവത്തിൻ്റെ ആലോചന ഇടപെടുന്നതിനുമായി നന്ദി പറയുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർക്കുന്ന ഒരാൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചന ചിന്തയാണ്, വചനമല്ല. നമ്മൾ എന്തിനെ പറ്റിയാണ് ധ്യാനിച്ചത്? എന്താണ് നമ്മുടെ വിഷയം? ദൈവപുത്രന്മാരുടെ അധികാരം. വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം. ദൈവത്തിന്റെ മക്കളാണ്. ആ ഒരു അവകാശത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. അതാണ് നമ്മൾ എപ്പോഴും ഓർത്തോണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വചനമല്ല. ഞാൻ ചോദിക്കുന്നത് വചനമല്ല, നമ്മൾ എന്ത് വചനമാണെന്നല്ല. ഇപ്പം സൗകര്യ പറഞ്ഞോളൂ തന്നെ ദൈവത്തിൻ്റെ മക്കളെന്നോ ബോധ്യത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, അല്ലേ? ആ ബോധ്യത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. യേശുക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു. കർത്താവ് മകനെ പോലെയാണ് സംസാരിച്ചത്. അപ്പം നമുക്കൊരാവശ്യം വന്നാൽ അപ്പാ എനിക്കത് വേണം, ധൈര്യമായിട്ട് പറയുവാൻ കൃപ ലഭിച്ചവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ വലിയ കൃപ. അപ്പം നാളെ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വചനം പറയാനല്ല, നമ്മളിന്ന് ഓരോ ദിവസവും ഓരോ വിഷയമാണ്, ശ്രദ്ധിച്ചോണേ. അതനുസരിച്ച് അപ്പോൾ ഇന്നലെ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഇത് പതിഞ്ഞെങ്കിലേ ഉള്ളൂ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവാണല്ലോ. ഞാൻ എല്ലാവരും കൂടെ വന്നതിന് ശേഷം ഒരു ചോദ്യം, 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഓർപ്പിപ്പെടുത്തണേ. ആരെങ്കിലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ മെസ്സേജ് ഇട്ടാലും അതിന് കാണാൻ പറ്റും. ഇപ്പോഴല്ല, എല്ലാവരും കൂടെ വന്നതിന് ശേഷം. ആമേൻ. ലൈവ് സ്ട്രീമിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ നമ്മുടെ പ്രെയറിൻ്റെ ലിങ്ക് കാണും. ആ നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് സൂമിൽ ലൈവിൽ പ്രവേശിക്കാമെന്നാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ചിന്ന് പിന്നെയും ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് ബലപ്പെടാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അകത്ത് അവിടെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ആ വചനം അവിടെ കാണാൻ പറ്റും. യേശുക്രിസ്തു പറയുന്ന ചില ഭാഗങ്ങളാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് നിങ്ങളോട് പറയുന്നു. വീണ്ടും ജനനത്തെപ്പറ്റി നമ്മൾ കുറേ ക്ലാസ്സുകൾ ദൈവാത്മാവിൽ ധ്യാനിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇന്ന് പോകണില്ല. നമുക്കത് യൂട്യൂബിൽ അതുണ്ട്. വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ വീണ്ടും ജനനത്തെ പറ്റിയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോൺ അഗെയിൻ എന്നുള്ളതിനൊക്കെ ഏതിൽ ഹെഡിങ്ങാണ്. ഇവിടെ നോക്കിക്കേ, 2 കാര്യമാണ്. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിക്കോദീമോസ് എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിലെ
എന്താ പറയുന്ന ഒരു നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പ്രമാണിയായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അടുക്ക് വന്ന ആ മനുഷ്യൻ, നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി, ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് അതിൻ്റെ ചില ഉത്തരങ്ങളാണ് താഴേക്ക് യേശു ക്രിസ്തു പറയുന്നത്. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന ഈ വചനചിന്ത നോക്കിക്കേ. ജഡത്താൽ ജനിച്ചവരും ആത്മാവിനാൽ ജനിച്ചവരും. ജഡത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ എന്താ പറയുന്നത്, അവർ ഇച്ഛപ്രകാരം അല്ലെങ്കിൽ അവർ ആഗ്രഹപ്രകാരം ജനിച്ച മക്കൾ, നമ്മളെല്ലാവരും അങ്ങനെ ജനിച്ചവരല്ലേ. എന്നാൽ ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വീണ്ടും ജനനം, രക്ഷിക്കപ്പെടുക. ക്രിസ്ത്യാനിയാകുക എന്നുള്ളതല്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്രിസ്തു യേശുവിൽ രക്ഷാമാർഗത്തിലേക്ക് വരത്തില്ല. രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ച വചനം വെച്ച് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ഒന്ന് പറയാൻ പറ്റും? ഒരു വ്യക്തി എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ കർത്താവിന്റെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിലൂടെ ബൈബിൾ പറയുന്നു യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കണം. അപ്പം നമ്മൾ ഒരു വ്യക്തി വീണ്ടും ജനിച്ചു. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന വളരെ എളുപ്പമാണല്ലോ, യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇതെന്ത് എളുപ്പമുള്ള പരിപാടിയല്ലേ. എന്നാൽ ശ്രദ്ധിച്ചോണേ, ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങൾ ആത്മാവിനാൽ ജനിക്കുന്നു. അപ്പോൾ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുമ്പോൾ നിക്കോദിമോസിനുണ്ടായ അതേ സംശയം നമുക്കും ഉണ്ടാകുന്നുണ്ട്. നിക്കോദിമോസ് 4-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്. നോക്കിയ വാക്യം, നിക്കോദിമോസ്, കർത്താവേ, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്കുണ്ടായ സംശയം പോലെ അദ്ദേഹത്തിന് ഉണ്ടായി. ഒരു വ്യക്തി ജനിക്കുന്നത് കുഞ്ഞായിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം അണ്ടവായിട്ട് മാറി, അങ്ങനെ ഒത്തിരി പ്രോസസ്സിലൂടെയാണ് കുഞ്ഞ് ജനിക്കുന്നത്. നിക്കോദിമോസ് ചോദിക്കണം, ഞാനിപ്പോൾ വയസ്സായി, ഈ വയസ്സായ ഞാനിനി വീണ്ടും എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ജനിക്കുന്നത്? എന്നിട്ട് താഴേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, ആമേൻ ആമേൻ. 5-ാം വാക്യം നോക്കിക്കേ, ആമേൻ ആമേൻ, ഞാൻ എന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ കഴിയാതെ. അതിനർത്ഥം വചനമാണ്, ഈ വെള്ളത്തെ കാണിക്കുന്നത് വചനമാണ്. ഞാനത് പിന്നീട് ഒരു ശ്രദ്ധിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെള്ളം എന്നുള്ളത് എന്താണെന്നുള്ളത് വചനമാണ്. അപ്പോൾ വചനത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ കഴിയത്തില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നോക്കിക്കേ, അപ്പോൾ പുതുതായി ജനിക്കണം. നോക്കി ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തു പറയുകയാണ് പുതുതായി, എൻ്റെ കൂടെ പറഞ്ഞ് പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അല്ല, കർത്താവ് പറയുന്നത് പുതുതായിട്ട് എന്ത് ചെയ്യണം? ജനിക്കണം. പുതുതായി ജനിക്കണം. നോക്കി ഇവിടെ വാർത്ത പറയുന്നത് പുതുതായി ജനിച്ചവരെ പറ്റി പറയുന്നു. കാറ്റിഷ്ടമുള്ളിടത്തേക്ക്, 8-ാം വാക്യം നോക്കി, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം ഇതേപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ്, ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെങ്ങനെ സംഭവിക്കും? കാരണം യേശുവിൻ്റെ മറുപടി, ഇസ്രായേലിലെ വലിയ ഉപദേഷ്ടാവായിട്ട് പോലും അങ്ങേക്ക് ഇത് മനസ്സിലായില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആമേൻ ആമേൻ, ഞാനുകൊണ്ട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുന്നു, കണ്ടത് സാക്ഷീകരിക്കുന്നു എന്ന് ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ആമേൻ. എന്നിട്ട് പറയുന്നു, ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നോക്കി ഇവിടെ പറയാണ്, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ കർത്താവ് പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ കാര്യത്തെ നമ്മൾ അനുസരിക്കുന്നു. എന്ത് വലിയ കാര്യമല്ലേ! നമ്മൾ സ്വർഗത്തിൽ പോയിട്ടില്ല, സ്വർഗത്തിൽ നമുക്ക് കാര്യങ്ങൾ അറിയത്തില്ല, പക്ഷെ സ്വർഗത്തിലെ പ്ലാനാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. എത്ര വലിയ അനുഗ്രഹമാണ്! സ്വർഗത്തിലെ പ്ലാനാണ്. യേശു പറഞ്ഞു, നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നീ കൺഫ്യൂഷനായിട്ടിരിക്കുക, ഇത് സ്വർഗത്തിലെ പ്ലാനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ പ്ലാനിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതം കാറ്റുപോലെയാണ്.
കാറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് നമ്മളെ ഈ കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറയും കാറ്റ് വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ചിലപ്പം ഇവർ ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ്, ഏകദേശം ഒരു കാൽക്കുലേഷൻ. ചിലപ്പം ഈ കാറ്റ് മൊത്തം അടിച്ച് നശിപ്പിച്ചുകൊണ്ടങ്ങ് പോകും. തിരിച്ചിത് എങ്ങോട്ട് പോകും നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതം ലോകപ്രകാരമല്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് പോകുവാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരാ. ഒരു ടെൻഷനും വേണ്ട. ഓടിക്കുന്നത് കർത്താവാണ്. ഈ വണ്ടിയുടെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വ്യക്തി സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയായിട്ടിരുന്നു. സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്കുള്ള വണ്ടി കയറി. പലരും പഠിപ്പിക്കാറുണ്ടല്ലോ, അയ്യോ ബ്രദറെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. അല്ല പ്രിയരെ, നിങ്ങൾ രക്ഷയിലേക്ക് വരുമ്പോൾ തന്നെ സ്വർഗീയ വാഹനത്തിൽ കയറിയിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോണം. എന്നാൽ പല ആൾക്കാർക്കും ഈ ബോധ്യമില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോട്ടണേ. ആത്മാവിനാൽ, ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം വീണ്ടും ജനനം ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ അവർക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയാണ്. ആത്മാവിനാൽ ജനിച്ചവർ. അപ്പോൾ ആത്മാവിനാൽ ജനിച്ച നിങ്ങൾ, വീണ്ടും ജനിച്ചിരിക്കുന്ന നിങ്ങൾ, യേശു ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച് ജനനത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്ലാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ ജനിച്ചിരിക്കുന്ന രാജ്യം ദൈവരാജ്യമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അപ്പോൾ സ്വർഗീയ പൗരത്വം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി സ്വർഗീയ പൗരത്വമൊക്കെ ലഭിച്ച് ഈ ഭൂമിയിൽ വീണ്ടും ജനിച്ചു. നിങ്ങളെ വാക്കുകൊണ്ട് ജനിച്ചു. അപ്പം ജനിച്ചെങ്കിൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച എല്ലാം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു അല്ലേ. നിങ്ങൾ നോക്കിക്കേ, പ്രപഞ്ചം നോക്കിക്കേ, പ്രപഞ്ചത്തിൻ്റെ ഒരു ഷേപ്പ് നോക്കിക്കേ. ദൈവം സൃഷ്ടിച്ചത് എല്ലാത്തിനും പിന്നിൽ ഒരു വളർച്ചയുണ്ടല്ലേ. ജീവനുള്ളതെല്ലാം വളരും. ഒന്നുകൂടെ ഞാൻ പറയാം, ജീവനുള്ളതെല്ലാം വളരും. ദൈവം കല്ല് സൃഷ്ടിച്ചു, കല്ല് പിന്നെ വളരുന്നില്ല. ദൈവം പാറകളെ നിർമ്മിച്ചു, പാറ വളരുന്നില്ല. ദൈവം മരങ്ങളെ സൃഷ്ടിച്ചു, അതിന് ജീവൻ ഉള്ളതുകൊണ്ട് അനുദിനം ഇത് വളരുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഇതേപോലെ തന്നെയാണ്. ജനിക്കുമ്പോൾ ഒരു കുഞ്ഞായിട്ടാണ്, ഓരോ ദിവസവും ഇത് വളരുന്നു. അപ്പം രക്ഷിക്കപ്പെട്ട് യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച ഉടനെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ജനിച്ചു. ഈ ജനിച്ച വ്യക്തിക്ക് വളർച്ച കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും ജനിച്ച കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നത്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് പോഷകാഹാരം കൊടുത്തില്ല എങ്കിൽ, നല്ല ആഹാരം കൊടുത്തില്ല എങ്കിൽ ആ കുഞ്ഞിനെ സർവൈവ് ചെയ്യുവാൻ കഴിയത്തില്ല. പലപ്പോഴും വിശ്വാസ ജീവിതം തകർന്നു പോകാനുള്ള കാരണം നല്ല ആഹാരം കഴിക്കാത്തത് കൊണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസ ജീവിതത്തിൽ വളരാത്തതിൻ്റെ കാരണം ആഹാരം കഴിക്കാത്തതുകൊണ്ടാണെന്ന് പറയാം. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ വചനമാകുന്ന ആഹാരത്തെ പറ്റിയാണല്ലോ ബ്രദർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും പറയുന്നല്ലേ നമുക്ക് വചനം എന്ന ആഹാരത്തെ പറ്റി. പക്ഷെ ഞങ്ങൾ ഈ വചനമെല്ലാം കേൾക്കുന്നുണ്ട് ബ്രദറെ. ഈ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ബ്രദർ പറഞ്ഞതുപോലൊരു, എല്ലാവരെ പറ്റിയല്ല, ചിലർക്ക് സംശയമുണ്ടെങ്കിൽ വളർച്ചയെപ്പറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. വളർച്ച. ആമേൻ. നമുക്കറിയാം, നമ്മൾ ആഹാരം കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഈ ആഹാരം നമ്മിൽ ദഹിക്കണം. ആത്മാവിനാൽ ജനിച്ച നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഒന്ന് പറഞ്ഞേ. രക്ഷ, അതായത് ജനിച്ചത് എങ്ങനെയാ? വചനം കേട്ട്, വിശ്വാസത്താൽ. ജനിച്ചത് എങ്ങനെ? വചനം കേട്ട്. പോട്ടെ, പെട്ടെന്ന് മനസ്സിലാൻ പറയാം. രക്ഷിക്കപ്പെട്ടത് എങ്ങനെ? ഹൃദയം കൊണ്ട് അത് തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ജനിച്ചത്. ഈ ജനിച്ച നിങ്ങൾ ഇനി ജീവിക്കേണ്ടത് മുഴുവനും ഇങ്ങനെയാ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. ഒന്നുകൂടെ പറയാം, ജനിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞതാണെങ്കിൽ ജീവിക്കേണ്ടതും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടേറ്റു പറഞ്ഞിട്ടാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത്, എപ്പോഴും ശ്രദ്ധിച്ചോണേ. എനിക്കത് കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും നോക്കിക്കേ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ജനിച്ചത്. ഈ ജനിച്ച നിങ്ങൾ
ഇങ്ങനെയാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വളരണമെങ്കിലും ഇതേ പ്രോസസ്സാണ്. ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് പറയണം. നമുക്ക് ഒരു വാക്യം ഒന്ന് എടുത്തിട്ട് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യം ഞാൻ വായിക്കുവാണേ. അവൻ കഫർന്നഭൂമിയിലേക്ക് എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിന വേദനയാൽ വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, ഒരു ശതാധിപൻ. നമുക്കറിയാം ശതാധിപനെ പറ്റി ബൈബിളിൽ പലയിടങ്ങളിൽ എഴുത്തുകാർ പല രീതിയിൽ എഴുതിയിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഓരോരുത്തർ കേട്ട കേൾവിക്കകത്ത് ഇരുന്നുകൊണ്ട് എഴുതുന്നത്. ആരാണ് ഈ ശതാധിപൻ? ഇതിനു മുമ്പ് നമുക്കൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, യഹൂദന്മാർ വന്നിട്ട് പറയുന്നുണ്ട് നമുക്കൊത്തിരി സഹായം ചെയ്യുന്ന ഒരാളാണ് ഇങ്ങേര്, നമുക്ക് വിചാരിച്ചൊരു പള്ളിയൊക്കെ പണിത് തരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിനോട് മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ഒരു കാര്യം ചെയ്തു, ഈ മനുഷ്യൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ഓൾറെഡി തയ്യാറായിരുന്നു. എന്നാൽ ഈ വ്യക്തി വന്നിട്ട് പറയുന്നു, കർത്താവ്, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിന വേദനപ്പെട്ട് കിടക്കുക. എന്നിട്ട് മറുപടി ഇതാണ്, യേശുവിന് മറുപടി ഇതാണ്, ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യത്തിൽ ശതാധിപൻ പറയുന്നു, കർത്താവേ, നീ വരണ്ട. ഒന്ന് ആലോചിച്ച് നോക്കി, യേശു ക്രിസ്തു വരാൻ റെഡി ആയിട്ടിരിക്കുക. കർത്താവ് ആ വ്യക്തിയുടെ ഭവനത്തിൽ വരാൻ റെഡിയാണ്. പക്ഷേ ഈ മനുഷ്യൻ പറയാം, കർത്താവ് വരണ്ട. നോക്കിക്കേ, നമ്മളാണ് എന്നെ പറഞ്ഞത്, യേശു വരാൻ റെഡിയാണെങ്കിൽ ഉടനെ അവിടെയുള്ള ബേക്കറിയിലോ ഹോട്ടലിലൊക്കെ പോയി ഉടനെ വിളിച്ചു പറഞ്ഞ് യേശു വരുന്നുണ്ട്, ഇല്ലാത്ത ഫുഡെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് യേശുവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമല്ലോ. പക്ഷേ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, അങ്ങ് വരണ്ട, അങ്ങൻ്റെ വീട്ടിൽ വരണ്ട. അപ്പോൾ ഒരു ചോദ്യം, താങ്കളല്ലേ പറഞ്ഞത് പക്ഷപാതക്കാരൻ കഠിന വേദനയാൽ കിടക്കുന്നു, മരണവേദന കിടക്കുന്നു, അവന് സൗഖ്യം വേണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നയാളെ യേശു നിൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് നോ പറഞ്ഞത്? അതിൻ്റെ മറുപടി നോക്കിക്ക്, അദ്ദേഹം പറയുകയാണ്, ശതാധിപൻ പറയുന്നു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. ഈ നോക്കിക്ക്, ഇത് മനുഷ്യൻ്റെ യൂണിവേഴ്സിലില്ല. മനുഷ്യൻ്റെ യൂണിവേഴ്സിൽ ഈ ഒരു സിസ്റ്റം ഇല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി, ഇന്നേ വരെ ഒരു ഡോക്ടറും ക്യാൻസറാണ്, ഒരു കാര്യം ചെയ്യാമോ, ക്യാൻസറെ മാറിപ്പോ എന്ന് ഡോക്ടർ പറഞ്ഞ് ഒരു ക്യാൻസറും മാറിയിട്ടില്ല. ജീവിതത്തിൽ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ എന്തെങ്കിലും പോയിട്ട് എന്നെ പറ്റി ആൻറ്റി, എന്നെ പറ്റി ചേട്ടാ, അപ്പോൾ അവർ പറയാം ഞങ്ങൾക്ക് വലിയ മാരക രോഗമാണ്, ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ തന്നെ ഞാൻ പറയുക രോഗം പോട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ പറഞ്ഞ് രോഗം മാറിയ ചരിത്രം മനുഷ്യൻ്റെ യൂണിവേഴ്സിലില്ല. യേശു പറഞ്ഞ വാക്ക് മറക്കല്ലേ, ജഡത്തിൽ ജനിച്ചവരും ആത്മാവിൽ ജനിച്ചവരും. അപ്പോൾ ആത്മാവിൽ ജനിച്ചവൻ്റെ രീതി വ്യത്യാസമുണ്ട്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ സ്വഭാവങ്ങളും വ്യത്യാസം വരുത്തുന്നില്ല എങ്കിൽ ഒരു കുഞ്ഞ് നല്ല ആഹാരം കിട്ടാതെ സർവൈവ് ചെയ്യാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്നും ജനിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വളരാതെ നിങ്ങൾ മുരടിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മർമ്മം മനസ്സിലാകണമേ. സ്വർഗീയമായിട്ടുള്ള വീണ്ടും ജനനം ജനിച്ച് നിങ്ങൾ സ്വർഗീയമായ ഒരു യൂണിവേഴ്സിൻ്റെ അംഗമാണ്. അങ്ങനെ ഒരു യൂണിവേഴ്സിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിലും ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും നിങ്ങളുടെ ഭാഷ വ്യത്യാസമുണ്ട്, നിങ്ങളുടെ ജീവിത രീതി വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിക്കേ, ബാല്യക്കാരൻ വന്നിട്ട് പറയും, ഇന്നേ വരെ യെരുശലേമിലോ യഹൂദിയിലോ കഫർന്നഭൂമിലോ ഏതെങ്കിലും ഒരു വൈദ്യൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു രോഗിയോട് ഇന്നേ വരെ മരുന്ന് കൊടുക്കാതെ നിന്റെ രോഗം മാറിയിട്ടുണ്ട് എന്ന് ഇന്നേ വരെ ചരിത്രത്തിലില്ല. പക്ഷേ ശതാധിപൻ പറയുന്നു, യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. എന്തുകൊണ്ടെന്നാൽ ശതാധിപന് മനസ്സിലായി യേശു വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അവിടെ ഈ ലോകത്തിൻ്റെ യൂണിവേഴ്സിലല്ല യേശു ജീവിക്കുന്നത്, ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിലല്ല യേശു ജീവിക്കുന്നത്. ഇത് വ്യത്യാസമുണ്ട്. നോക്കിക്കേ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി വാഗോണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട നിങ്ങൾ എത്ര പേര് സ്വർഗീയമായി ജീവിക്കുന്നുണ്ട്? നിങ്ങളൊരു വാക്ക് കൽപ്പിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളൊരു വാക്ക് കൽപ്പിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾ അത്ഭുതമായി മാറും. നിങ്ങളൊരു വാക്ക് കൽപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്നേ വരെ കാണാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വഴികൾ തുറക്കും. ശ്രദ്ധിച്ചോണം. അപ്പം യേശുവിനെ പറ്റി പറയുന്നു, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. അതുകൊണ്ട് നമുക്കറിയാം, നമ്മളെപ്പോഴും പറഞ്ഞ വാക്കല്ലേ. അദ്ദേഹം പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്,
നീ ഒരു നീ എന്നോട് പോകാമെന്ന് പറഞ്ഞാൽ വരും. അങ്ങനെ കുറേ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി 10ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്, യേശു ഇത് കേട്ടിട്ട് അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറയുക. നോക്കിക്ക് ഈ വാക്ക് കണ്ടോ? യേശു ഇത് കേട്ടിട്ട് അതിശയിച്ചിട്ട് പറയുന്നു, പിൻചെല്ലുന്നവർ, ഇസ്രായേലിൽ കൂടെ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പം നോക്കിക്കേ, വിശ്വസിക്കുന്നവൻ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് യേശുവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് പോലും ഇല്ല ഈ അറിവ്. അതാണ് യേശു പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, ഇത്രയും വലിയ വിശ്വാസം, പറഞ്ഞാൽ നടക്കുമെന്ന വിശ്വാസം ഒരു വിശ്വാസിയുടെ തലയ്ക്കകത്തോട്ട് കയറട്ടെ. ഞാൻ പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം. നമ്മൾ പലപ്പോഴും അങ്ങനെ യേശുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ചിന്ത മൊത്തം എന്തുവാ? യേശു എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. നിങ്ങൾ സ്വർഗത്തിലെ പൗരത്വം ഉള്ളവരാ, നിങ്ങൾ സ്വർഗത്തിൻ്റെ കൾച്ചർ അകത്തുള്ളവരാ നിങ്ങൾ. ഇതാണ് വിശ്വാസി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഓർക്കുന്നത് എന്തോ, വിശ്വാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ബൈബിളുമായിട്ട് വണ്ടിയൊക്കെ ബസ്സിലും കാറിലും കയറി എന്താ പറയുക, സുവിശേഷം യോഗത്തിന് വേണ്ടി പോകുന്ന, പള്ളിയിൽ പോകുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനിയാണോ നിങ്ങൾ? അല്ല, നിങ്ങൾ സ്വർഗത്തിലെ പൗരത്വം എടുത്തവരാ നിങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് കയറിയവരാ നിങ്ങൾ. നിങ്ങളുടെ രീതി വ്യത്യാസമാണ്, നിങ്ങളുടെ സ്വഭാവം വ്യത്യാസമാണ്, നിങ്ങളുടെ ചിന്തകൾ വ്യത്യാസമാണ്, നിങ്ങളുടെ സോഴ്സ് വ്യത്യാസമാണ്. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ശമ്പളം കൊണ്ടാണോ? അല്ല. പലപ്പോഴും ഞാൻ ഇന്ന് പറയാം, ഫിനാൻഷ്യലി ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് കേട്ടെ? ജോലി ചെയ്തിട്ടും ഒരു ശേഷിപ്പുമില്ല, കടം കാരണം ഒരു രക്ഷയില്ല, ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്താൽ മാത്രം പോരാ, കടവും കൂടെ മേടിക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് കേട്ടെ, നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി പോവാ, ഇന്ന് മുതൽ ഞാനൊരു ബ്രേക്ക് ത്രൂവിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാ. ഇന്നു മുതൽ പറയണം, എൻ്റെ കുടുംബം നടക്കുന്നത് സ്വർഗത്തിലെ നന്മ കൊണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഇങ്ങനെ ഒന്ന് പറഞ്ഞു തുടങ്ങി. നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞു തുടങ്ങി, എൻ്റെ വരുമാനം സ്വർഗത്തിൽ നിന്ന് വരുന്നതെന്ന് പറയണം, എൻ്റെ നന്മ സ്വർഗത്തിൽ നിന്ന് വരും. ഇത് പറഞ്ഞ് 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 നടന്നു നോക്കിക്കേ. ഇനി നിങ്ങൾ കടവും മേടിക്കത്തില്ല, നിങ്ങൾക്ക് വലിയൊരു ശേഷിപ്പുണ്ടാകും. ആമേൻ. വലിയൊരു ശേഷിപ്പ് നിങ്ങൾക്കുണ്ടാവും. സ്വർഗത്തിൽ നിന്ന് വന്നവരുടെ രീതികൾക്ക് വ്യത്യാസം വരാത്തത് കൊണ്ടാണ് വിശ്വാസി എന്ത് ചെയ്യാത്തത്, ഇത് സാധാരണക്കാരനേക്കാൾ ഗതികെട്ട് ജീവിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണമേ, ഞാൻ പലരെയും കണ്ടതുകൊണ്ടാണ്. ഒരു കാലത്ത് എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്നവനേക്കാൾ അതിനേക്കാൾ ഗതികെട്ടൊരവസ്ഥയിലൂടെ കടന്നുപോയ സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ കൂടെ കൂടി അല്ലെങ്കിൽ ഞാൻ പോയ പല സ്ഥലങ്ങളിൽ ആൾക്കാർ ഇതൊക്കെ ബ്രദറെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് തന്നെയല്ലേ മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്നത്, പാവങ്ങളെ നോക്കിക്കൊണ്ട് സാരമില്ല പോട്ടെ എന്നൊക്കെ പറയും. ഇതിനേക്കാൾ നന്നായിട്ട് അവർ പ്രസംഗിക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി, രക്ഷിക്കപ്പെട്ടവൻ ഒരു സോഴ്സ് ഉണ്ട്, രക്ഷിക്കപ്പെട്ടവൻ ഒരു ദൈവമുണ്ട്, രക്ഷിക്കപ്പെട്ടവൻ ഒരു രാജ്യമുണ്ട്, രക്ഷിക്കപ്പെട്ടവൻ ഒരു പൗരത്വമുണ്ട്, രക്ഷിക്കപ്പെട്ടവൻ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആമേൻ. രക്ഷിക്കപ്പെട്ടവൻ്റെ ലാംഗ്വേജാണ് യേശു പറഞ്ഞത്. എൻ്റെ കൂടെ നടക്കുന്നവർക്ക് പോലും ഇത് അറിവില്ല. എന്താ അറിവ്? പറഞ്ഞാൽ നടക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ലോകത്തിൽ ഇന്നേ വരെ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. നിങ്ങൾ നോക്കിക്കേ, നമുക്കറിയാം, യേശു ക്രിസ്തു ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ആ മലയോട് നീങ്ങി കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്നാണ് യേശു അത് പറയുന്നതെങ്കിൽ ഈ ട്രോള് ചെയ്യുന്ന ആൾക്കാരെല്ലാം ആ വീഡിയോ എടുത്തുകൊണ്ട് എന്ത് ചെയ്തേനെ? യേശുവിനെ കളിയാക്കാൻ വേണ്ടി നിന്നേനെ. കാര്യം എന്തുവാ? മല എങ്ങനെയാണ് പറഞ്ഞാൽ പോകും. ഇവിടെ JCB 100 എണ്ണം കൊണ്ട് വെച്ചാൽ പോലും ഒരു മല ഇടിച്ചു മാറ്റണമെങ്കിൽ മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും ചിലപ്പം. യേശു പറയുകയാണേ, ആ നിൽക്കുന്ന മലയോട് ചാടി കടലിൽ ചാടി പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തോട് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്നാ വിശ്വസിക്കേണ്ടത്? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നത്. വചനം അകത്തോട്ട് കയറ്റണം. ഞാനത് ആദ്യം പറഞ്ഞത്, കുറേ വചനം കേട്ടതുകൊണ്ട് നിങ്ങൾ വളരത്തില്ല, വചനം ദഹിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനം ദഹിക്കണമെന്ന് പറ. നമുക്കറിയാം, ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കും, എനിക്ക് നന്നായിട്ട് എൻ്റെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടി പ്രാപിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആദ്യം ചെയ്യുന്നത് നല്ല ആഹാരം മേടിക്കും അല്ലേ? അദ്ദേഹം ഉടനെ പോയിട്ട് ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫ്രൂട്ട്സും മറ്റ് കാര്യങ്ങളും പ്രോട്ടീൻ ഫുഡുകളും ഒക്കെ മേടിച്ച് കുറേ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിച്ച ഉടനെ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ പുഷ്ടി ഉണ്ടാകുമോ ഇല്ലയോ? നിങ്ങൾ പറ. ഉണ്ടാകുമോ?
ഉടനെ ഇല്ല. അത് ഉണ്ടാകും. ദഹിക്കണം. സമയമെടുക്കും. ഇല്ല ഉണ്ടാകും. ഇല്ല. ആ മനുഷ്യന് പുഷ്ടി ഉണ്ടാകത്തില്ല, പകരം അപകടത്തിലേക്ക് പോകും. കാര്യം ഈ കഴിക്കുന്ന ആഹാരം ആ വ്യക്തിയിൽ ഒരു ദഹന പ്രക്രിയയിലൂടെ പോകണം. ഇപ്പം ഞാൻ രാവിലെ ഇരിക്കുക, ചിക്കനും മട്ടനും എല്ലാം കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വീടിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വീട് വിട്ട് അനങ്ങുന്നില്ല. ഞാൻ കിടക്കുന്ന ബെഡേ തന്നെ ഇരുന്നുകൊണ്ട് എല്ലാം കഴിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെയും കഴിക്കുന്നു, രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ പകരം പുഷ്ടിയല്ല ഉണ്ടാകുന്നത്, എൻ്റെ ശരീരം അപകടത്തിലേക്ക് പോകും. ഇത് ഡൈജസ്റ്റ് ആകണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ കഴിക്കുന്ന ആഹാരത്തെ എൻ്റെ അകത്ത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എൻ്റെ ശരീരത്തിൽ ചില മൂവ്മെൻറ്റുകൾ ആവശ്യമാണ്. ഞാൻ വാരിക്കോരി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ദഹനമായി മാറത്തില്ല, അപകടമായി മാറും. ഞാൻ എൻ്റെ ശരീരത്തെ എക്സസൈസ് ചെയ്യിപ്പിക്കണം, അതെനിക്ക് ഗുണമായി മാറും. ആമേൻ. ഇതേപോലെ കേൾക്കുന്ന വചനം പുറത്തേക്ക് ഒഴുക്കണം. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ പുറത്തേക്ക് നിങ്ങൾ ഒഴുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കേൾക്കുന്ന വചനം നിങ്ങളുടെ അകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒഴുക്കണം. ഇവിടെ ശതാധിപൻ പറഞ്ഞ വാക്ക് കണ്ടോ? യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞതിന് യേശുവിൻ്റെ മറുപടി, എൻ്റെ കൂടെയുള്ളവർക്ക് പോലും ഇത്രയും വിശ്വാസമില്ല. അപ്പോൾ നോക്കിക്കേ, എൻ്റെ കൂടെയുള്ളവർക്ക് വിശ്വാസം ഉണ്ടെന്ന് ഇല്ലെന്നെങ്ങനെ യേശുവിന് മനസ്സിലായി? വിശ്വസിക്കുന്നവൻ പറയും. വിശ്വസിക്കുന്നവൻ തനിക്ക് കേട്ട വചനത്തെ ദഹിപ്പിക്കണം. അകത്ത് ഡൈജസ്റ്റ് ചെയ്യാതെ, അകത്ത് കയറിയ വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യാതെ, ആ വചനത്തെ ദഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ വചനം മുഴുവൻ നിറച്ചതുകൊണ്ട് കാര്യം, ഇതിനെ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എങ്ങനെ എടുക്കുന്നത്? ആ കേട്ട വചനം വിളിച്ചു പറയണം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഉടനെ ബുദ്ധി പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് നമ്മുടെ ബുദ്ധി വർക്കാവും. ഈ ബുദ്ധി പറയും, അങ്ങനെയൊന്നുമല്ല, നീ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുന്നില്ലേ, മാസാമാസം ആ കാശ് കിട്ടുന്നത് കൊണ്ടല്ലേ ജീവിക്കുന്നത്. കണ്ടോ, ബുദ്ധി നമ്മൾ പറയുന്നത് കണ്ടോ? ഉടനെ പറയും, അല്ല, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം ദൈവത്തിൽ നിന്നാണ് എൻ്റെ സഹായം വരുന്നതെന്നുള്ള ചിന്ത മനസ്സിലോട്ട്, വചനമൊക്കെ ബ്രദറേക്ക് കാണാപ്പാടം അറിയാം. ഇത് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഓർമ്മയിലേക്ക് ഇത് കയറി. അറിയാവോ? നമ്മുടെ മെമ്മറി എപ്പോഴാണ് വർക്കാകുന്ന അറിയാവോ? കുറേ കാണാപ്പാടം പഠിച്ചപ്പോഴല്ല, പകരം നിങ്ങളത് ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ മെമ്മറി ആക്റ്റീവ് ആകുന്നു. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണാപ്പാടം പഠിക്കണമെങ്കിൽ, നിങ്ങൾ ആ മെമ്മറിയെ നമ്മൾ ആക്റ്റീവ് ചെയ്യണമെങ്കിൽ ആ അറിഞ്ഞതിനെ നമ്മൾ പുറത്തേക്ക് ഒഴുക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും അവർ ചോദിക്കും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉടനെ പലപ്പോഴും എൻ്റെ കൂടെയുള്ളൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ബ്രദറെ, എവിടെ ചെന്നാലും ജോലിയില്ല. ഞാൻ എന്തോരം കുത്തിയിരുന്ന് പഠിച്ചാന്നറിയോ, എന്തോരം ഞാൻ പഠിച്ചാന്നറിയോ, പക്ഷേ ജോലി ചെയ്യാൻ ഇൻ്റർവ്യൂവിന് എന്ന് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയാവോ? നിങ്ങൾ കുറേ കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ആ പഠിച്ചതിനെ പ്രയോഗിക്കുവാൻ പറ്റിയോ? ആ പ്രയോഗിച്ചവനെ കൊണ്ട് മാത്രമേ ലോകത്തിൽ ഗുണമുള്ളൂ. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതം. കേട്ട വചനത്തെ ഉപയോഗിക്കുന്നവന് മാത്രമേ ആ വചനം കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഈ പറയുന്ന വചനമൊക്കെ ഞാൻ എല്ലാ ദിവസവുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബ്രദറെ. നോക്കിക്കേ, എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ മെയിൻ വിഷയം, ഞാൻ പലപ്പോഴും കർത്താവ് എന്തുകൊണ്ടാണ് പലപ്പോഴും വിശ്വസിക്കുക പറയുക ഈ വിഷയത്തിൽ ഇങ്ങനെ ലൂപ്പിൽപ്പെട്ടതുപോലെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തറയിൽ ഇത് കയറണം. ജനത്തിൻ്റെ ഉള്ളത്തിലേക്ക് ഇത് പ്രവേശിക്കണം. ഏത് വചനം എടുത്താലും കറങ്ങി ഇതിലേക്ക് വരിക. അതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞ് പഠിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ, ഇന്ന് നമ്മൾ ദൈവകൃപയാൽ എൻ്റെ ജീവിതത്തിൽ ഇതൊരു വളർച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ഒരു തുടക്കം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ വളർച്ച കിടക്കും. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 4 പേര് ഒരുമിച്ച് വരുന്നത് വലിയ വളർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ വളർച്ച എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വളർച്ചയാണ്.
ഇന്ന് ഇത്രയും ആളുകളെ 400-500 ആളുകളെ സൂമിലും മറ്റ് ലൈവിലുമൊക്കെ ഇത്രയും കൂട്ടത്തിൽ ആളുകളെ ദൈവം കൂട്ടി വരുന്നതിൻ്റെ പുറകിൽ ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, തകർന്ന ഭവനങ്ങളെ വിടിവിക്കുവാൻ ദൈവം ഉപയോഗിക്കും, രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം ഉപയോഗിക്കും. ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞിട്ടില്ല, ഉപയോഗിക്കും. കാര്യം സ്വർഗീയ ഭാഷ എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. കാണുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നതല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദൈവത്താൽ ഞാൻ സാക്ഷിയാകും എന്നേ പറയത്തുള്ളൂ, ഞാൻ അത്ഭുതം കാണും എന്നേ പറയത്തുള്ളൂ. എന്താ പറയുക, സ്വർഗീയ ഭാഷ വ്യത്യാസമാണ്. ആത്മാവിൽ ജനിച്ചവൻ കാറ്റുപോലെയാണ്. അവൻ എങ്ങനെ വരുമെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ലോകത്തിന് അറിയത്തില്ല, പക്ഷേ കാറ്റിനറിയാം ഞാൻ എങ്ങോട്ടായി ഓടുന്നെന്ന്, അല്ലേ? നമ്മളിപ്പോൾ കാറ്റിനെ, ചുഴലിക്കാറ്റിനെ ഇൻ്റർവ്യൂ ചെയ്താൽ പുള്ളിയുടെ കാറ്റ് നിങ്ങളിപ്പോൾ അമേരിക്കയിൽ നിന്ന് തുടങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, കാറ്റിന് നല്ലപോലെ അറിയാം എങ്ങോട്ടാണ് ഞാനിപ്പോൾ വീശാൻ പോകുന്നതെന്ന്. അതേപോലെ ആത്മാവിൽ ജനിച്ചവൻ അറിയണം എൻ്റെ ഭാവി എന്താണ്, എൻ്റെ സോഴ്സ് എന്താണ്, എൻ്റെ ജീവിതം എന്താണ്, എൻ്റെ കുടുംബം എന്താണ്, എൻ്റെ തലമുറകൾ എന്താണ് എന്നുള്ളത്. ആത്മാവിൽ ജനിച്ചവൻ ആത്മീയൻ സകലത്തെയും അറിയുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കണ്ടോ, ആത്മീയൻ അറിയാം. അവനെപ്പറ്റി ലോകത്തിന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. ആമേൻ. ഇവിടെ നോക്കിക്കേ, യേശു പറയുകയാണ്, എന്നെ പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. യേശുവിൻ്റെ പുറകെ വലിയ ആൾക്കൂട്ടമുണ്ട്. എന്നാ ബഹളമാണെന്നറിയോ, ദിക്കും തിരക്കും ബഹളവും. യേശുവിന് ചായ വേണോ ചായ ഉണ്ട്, ബിരിയാണി വേണോ ബിരിയാണി ഉണ്ട്, എല്ലാം കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ യേശു പറയാം, വിശ്വാസം ഉള്ളതും കൂടെ ഇല്ല. കണ്ടോ, എന്താ വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വസിച്ചവർ വാഗൊണ്ട് റിലീസ് ചെയ്യുന്നവർ. കണ്ടോ, അതിനെ പുറത്തേക്ക് ഒഴുക്കുന്നവർ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വല്ലതും നടക്കുമോ? ഇവിടെ നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, ശതാധിപന് കാര്യം പിടികിട്ടി. ലോകത്തിൽ ഒരു ഡോക്ടറും പറഞ്ഞാൽ ഒരു ക്യാൻസറും മാറത്തില്ല, പക്ഷെ ദൈവരാജ്യത്തിലിരിക്കുന്നവൻ വന്ന് പറഞ്ഞാൽ രോഗം മാറും. കാര്യം അവൻ്റെ കൾച്ചർ അതാണ്, അവൻ്റെ കൾച്ചർ അതാണ്. അവൻ പറഞ്ഞാൽ അത്ഭുതം നടക്കുമെന്ന് ആദ്യം അവൻ വിശ്വസിക്കണം. നിങ്ങൾ പലപ്പോഴും പറയുന്നതിന് കുഴപ്പമെന്നറിയാവോ? നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം പറയുന്നവർ മനസ്സിലാക്കണവേ, ഞാൻ പറയുന്നത് സംഭവിക്കും, എന്നിട്ട് വേണം പറയാൻ തുടങ്ങാൻ. ബ്രദറെ ഞാൻ പറയുന്നുണ്ട്. ബ്രദറെ എന്തുവാ പറയുന്നത്? പറയുന്നതാ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ. ഇവിടെ നോക്കിക്കേ, യേശു പറയുകയാണ്, ശതാധിപൻ പറയുകയാണ്, നിൻ്റെ ബാല്യക്കാരൻ്റെ യേശു പറയുകയാണ്, കർത്താവ് നിൻ്റെ പെരയ്ക്കകത്ത് വരെ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് യേശു പറഞ്ഞു. നോക്കിക്കേ, എന്നിട്ട് പറയുകയാണ്, ഇത്രയും വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയുന്നു. പിന്നെ അവൻ രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തിട്ട് ഇരുട്ടിലേക്ക് തള്ളിക്കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇതാ കുഴപ്പം. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മം കൂടെ യേശു കൂട്ടത്തിൽ പറയുക. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ, നോക്കി, രാജ്യത്തിൻ്റെ പുത്രന്മാർ. ഇവിടെ വചനം പറയുന്നു, പിന്നെ ശതാധിപനോട് പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നീ വിശ്വസിച്ചതുപോലെ ഭവിക്കട്ടെ. നീ എന്തുവാ വിശ്വസിച്ചത്? യേശു പറഞ്ഞാൽ അത്ഭുതമാണ്. അപ്പം പറയുന്ന വ്യക്തിക്കകത്ത് ആദ്യം ഉറപ്പുണ്ട്. അതിൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ പറയുന്നത് നടക്കുമെന്ന് പറ. ഇത് പറയുന്നയാൾക്ക് ആദ്യം ഒരു ബോധം വേണം. പറയുന്നയാളുടെ അകത്ത് ഈ ബോധം ആദ്യം പറയണം. ഞാൻ പറയുന്നതാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേണം പറയാൻ തുടങ്ങാൻ. അല്ല ബ്രദറെ ഞാൻ പറയാൻ പോവാ, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ബ്രദറെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ വേണ്ടി. അപ്പോൾ കർത്താവ് പറയും, എൻ്റെ കൂടെയുള്ള ഒരുത്തിനും വിശ്വാസമില്ലെന്ന് യേശു പറയും. യേശുവിനെ കൊണ്ട് പറയിപ്പിക്കരുതേ. യേശുവിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് വലിയ വിശ്വാസമെന്ന് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ വിചാരിച്ചോണം, ഞാൻ കാണാൻ വേണ്ടി പോവാ. കണ്ടോ, ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഓർത്തോണം, ഞാൻ കാണാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ. പറയാൻ തുടങ്ങുന്ന വ്യക്തിക്കകത്ത് ആദ്യം വിശ്വാസം എന്ന വാക്ക് കണ്ടോ. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഉള്ളം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ചിന്തകൾ എത്ര നിങ്ങളെ പുറകോട്ട് വലിക്കാൻ നോക്കിയാലും, എത്ര അവിശ്വാസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നോക്കിയാലും, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി വെറുതെ.
ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ ചിന്തിക്കും, ബ്രദറെ ഞാൻ എൻ്റെ വലിയൊരു വിഷയം, ഇപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഗീതാ സിസ്റ്ററോട് സംസാരിച്ചതുള്ളൂ. ഗീതാ സിസ്റ്റർ വലിയ പ്രതിസന്ധിക്കകത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുക, വലിയൊരു കടഭാരത്തിൻ്റെ വലിയ കോടതി വിഷയത്തിൻ്റെ അകത്ത് പ്രിയമങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞ സിസ്റ്ററെ, നമ്മൾ സംസാരിക്കേണ്ടത് എന്തായ കാര്യങ്ങൾ ഞാനിപ്പോൾ സിസ്റ്ററോട് പറയാം, ബ്രദറെ സിസ്റ്ററെ ഇനിയിപ്പം എന്നാ വഴിയുള്ളത്, ഇനി നിങ്ങൾക്ക് ഇനിയിപ്പം ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല, എന്നാൽ പിന്നെ പോയി ആത്മഹത്യ ചെയ്തോ എന്ന് എനിക്ക് പറയാം. സാധാരണഗതിയിൽ എല്ലാവരും പറയേണ്ടത് അങ്ങനെയല്ലേ, ഇത്രയും വലിയ കടത്തിൻ്റെ അകത്ത് കേസും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കുവാണ്, എങ്ങനെ ഈ കാര്യം കരകയറും. പക്ഷേ നമ്മൾ ആത്മീയരായതുകൊണ്ട് പറയും ഒരു വഴി തുറക്കും. അപ്പോൾ ചോദ്യം, ബ്രദറെ ഏതെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടുന്ന്? സ്വർഗത്തിലിരിപ്പുണ്ട്. ഇപ്പോൾ കടന്നു പോകുന്ന സകലവിധമാകുന്ന പ്രശ്നങ്ങളുടെയും മറുപടി സ്വർഗത്തിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. സ്വർഗത്തിലിരിപ്പുണ്ട്. നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് വേണ്ടി ആ ഏരിയയിൽ ഒരു ഒറ്റ ഹോട്ടൽ പോലുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, അവർ വയറ് നിറച്ച് ആഹാരം കഴിച്ചോ ഇല്ലയോ? ഒന്ന് പറ. വയറ് നിറച്ച് ആഹാരം കഴിച്ചോ ഇല്ലയോ? എവിടുന്ന് കിട്ടി? ഏത് ഹോട്ടലിൽ നിന്ന് കിട്ടി ഫുഡ്? ഏത് ഹോട്ടലിൽ നിന്ന് കിട്ടി? കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ പുറകെ ഇറങ്ങുന്നവർക്ക് വേണ്ടി പേടിക്കണ്ടെന്നേ. വഴിയിൽ അവൻ നന്മ തുറന്നിരിക്കും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ടെൻഷൻ അടിക്കുക, ദൈവമേ മരുഭൂമിയിൽ ഏത് ഹോട്ടൽ? ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒറ്റ ഹോട്ടലും കണ്ടു കാണത്തില്ല. അവരവിടെ ഇരുന്നുകൊണ്ട് നോക്കിക്കാണും. നമ്മൾ പലപ്പോഴും നോക്കത്തില്ല, ഇവിടെ അടുത്ത് എവിടെയാണ് ഹോട്ടൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോഴേക്കും ഞങ്ങളിങ്ങനെ നോക്കുക. നമ്മളിവിടുന്ന് ഒരു ടീം പ്രവർത്തനമായിട്ട് പോയപ്പോഴേക്കും നമ്മൾ ആദ്യം നോക്കിയത്, പിള്ളേരും ഒക്കെ ആയിട്ട് പോവല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാർ പാർക്കിംഗ് കിട്ടുമോ, 2 അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീണ്ട മണിക്കൂർ യാത്രയാ, നന്നായിട്ട് വല്ലതും കഴിക്കാൻ വല്ല ഹോട്ടലും കാണുമോ, നമ്മൾ ആദ്യം നോക്കുക. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് മനസ്സിലായി നല്ല ദൂരെ യാത്രയുണ്ട്, ദൈവമേ മരുഭൂമിയിൽ എന്നാ കഴിക്കും, പേടിക്കേണ്ട, പോകുന്ന വഴിയിൽ ആകാശത്തുനിന്ന് നന്മ വരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്നും ആഹാരം വരും. സ്വർഗത്തിൽ നിന്ന് ആഹാരം വരുമെങ്കിൽ സ്വർഗത്തിൽ പത്രോസിലേക്ക് ടാക്സ് അടയ്ക്കാനുള്ള പണം വന്നെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സൗഖ്യം വരും, സ്വർഗത്തിൽ നിന്ന് അത്ഭുതം വരും. സ്വർഗത്തിൽ നിങ്ങളുടെ സോഴ്സ് അവിടെയാണ് പ്രിയരെ. അവിടുന്ന് വല്ലതും നടക്കണമെങ്കിൽ കാണാത്ത കാര്യങ്ങളെപ്പറ്റി പറയണം. ഇപ്പം മനസ്സിലായോ? ഈ ലോകത്തിൻ്റെ സിസ്റ്റം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസിക്കൊന്നും കാണാൻ പറ്റാത്തത്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ കൾച്ചറിൽ ജീവിക്കുന്നത് കൊണ്ടാണ് പലതും അനുഭവിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഈ കൾച്ചറിൽ നിന്ന് പുറത്തു വാ. യേശു വാക്ക് കണ്ടോ, അവൻ പോകുന്ന വഴിയിൽ താൻ വിശ്വസിച്ചതുപോലെ തൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വന്നു. യേശുവേ കണ്ടോ. ഞാൻ ചിന്തിച്ചോട്ടെ, അവിടെയുള്ള ഡോക്ടർമാരെല്ലാം മണ്ടന്മാരാണോ? ആ കപ്പർനഹൂമിലുള്ള MBBS പഠിച്ചിട്ടുള്ള വൈദ്യന്മാരെല്ലാം നിങ്ങൾ ചോദിച്ചോട്ടെ, ഒരു മണ്ടത്തരമാണോ പഠിച്ചേക്കുന്നത്? ആണോ അല്ലയോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ആണോ അല്ലയോ? അവിടുത്തെ വൈദ്യന്മാര് അല്ല. അപ്പൊ അവര് ചോദിക്കും, ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനാകെ കൂടി അറിയാവുന്നത് മരപ്പണിയാണ്. നമ്മൾ ഇന്നലെ കേട്ടു അല്ലേ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ ഇന്നലെ ധ്യാനിച്ചപ്പോൾ പറയുന്നത് കേട്ടു, നീ തച്ചൻ്റെ മകൻ അല്ലയോ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കണ്ടോ, യേശു MBBS എടുത്തിട്ടില്ല, യേശു നേഴ്സല്ല, യേശു ഡോക്ടറല്ല, യേശുവിന് മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരു ബന്ധവുമില്ല, യേശു ലാബ് ടെക്നീഷ്യനും ഒന്നുമല്ല, മെഡിക്കലുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ യേശു പറഞ്ഞാൽ രോഗം മാറും. യേശു പറഞ്ഞാൽ തളർവാദ രോഗി രക്ഷപ്പെടും. യേശു പറഞ്ഞാൽ പക്ഷപാതക്കാരൻ വിടിവിക്കപ്പെടും. ഇതെന്തുവാ സീക്രട്ട്? 5-6 വർഷം കഷ്ടപ്പെട്ട് ഉറക്കം കളച്ച് പഠിച്ച ഡോക്ടർ പറയുന്നു. ഇത് നമ്മുടെ കൂടെ തന്നെ 3-4 ഡോക്ടർമാർ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കുണ്ടല്ലോ. അവരോട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ 5-6 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് 5-8 വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളെ യേശു ഒറ്റ ദിവസം കൊണ്ട് പറയുക, പോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വന്നിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഇത് ഏത് യൂണിവേഴ്സാണ്? ഇതാണ് സ്വർഗരാജ്യം. ഇതാണ് സ്വർഗരാജ്യത്തിലെ പുത്രന്മാർ. ഈ പുത്രന്മാരെ പോലെ സംസാരിച്ചാൽ ഈ ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. പക്ഷെ നമ്മൾ എന്തുവാ, നമ്മളിപ്പോൾ യേശുവിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ പുറകെ ഓടുന്നവരെ പറ്റി യേശു തന്നെ പറയുന്നു, എൻ്റെ കൂടെയുള്ളവർക്ക് ഇപ്പോൾ ഇത്രയും വിശ്വാസമില്ല. എൻ്റെ കൂടെയുള്ളവർക്ക് പോലും ഇത്രയും വലിയ വിശ്വാസമില്ല. നോക്കിക്കേ, ആയിരക്കണക്കിന് ആൾക്കാർ നോക്കിയിട്ട് യേശു പറയാം, കൂടെയുള്ള ഒരുത്തനും എന്തില്ല, ഇത്രയും വലിയ വിശ്വാസമില്ല. ഇതിൽ കൂടുതൽ എന്നാ ശാസന യേശു ചെയ്തേക്കുന്നത്? ഇതിൽ കൂടുതൽ എന്നാ അവർക്ക് കിട്ടേണ്ടത്? അവർ ഇന്ന് കർത്താവ് ഞങ്ങൾ ഉറക്കം ഉളച്ച് രാവിലെ മുതൽ യേശുവിൻ്റെ പുറകെ വന്നിട്ട് ഞങ്ങളെ ഒരു കർത്താവ് ഒന്ന് ബലപ്പെടുത്തുന്ന പോലൊരു വാക്ക് പറയാതെ ഞങ്ങളെപ്പറ്റി പറയുക, ഒരു വിശ്വാസം ഇല്ലാത്തവർ എൻ്റെ കൂടെ കുടിയേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ടോ നിങ്ങളെപ്പറ്റി യേശു വിശ്വാസി എന്ന് പറയത്തില്ല. പകരം യേശു പറയുന്ന വിശ്വാസി ആരാന്നറിയാവോ? കാണാത്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നവനാണ്. കേട്ട വചനം കേട്ടതുപോലെ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുന്നവരാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, കേട്ട കാര്യം
കണ്ടുകൊണ്ട് കാണാൻ വേണ്ടി പോകുവാണെന്നുള്ള രീതിയിൽ പറയുന്നവരാണ്. ബ്രദറെ, ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രദർ, ഞാനിത് കാണാൻ വേണ്ടി പോവാണ്. ഏതു നിമിഷവും ഇത് സംഭവിക്കും, ഏത് സമയത്ത്. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷേ ഏത് സമയത്തും പ്രതീക്ഷിച്ചോണം. പറയുന്നവർ ഉറപ്പിച്ചോണം. ബ്രദറെ, ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രദർ, എനിക്കറിയത്തില്ല ബ്രദർ, നാളെ ഞാൻ അത്ഭുതം കാണുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സംഭവിക്കാം. ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരും ദൂതന്മാരും മറുപടിയുമായിട്ട്. നമുക്കറിയാം സെക്കരിയാവിൻ്റെ നീണ്ട കാലത്തെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ലൂക്കോസ്ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, സെക്കരിയാവേ, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നിരിക്കുന്നുണ്ടോ. അപ്പം ദൂതന്മാരെ ചിലപ്പോൾ ദൈവം അയച്ചെന്നിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതന്മാർ, ചിലപ്പോൾ നന്മയുമായി ദൂതന്മാർ വന്നെന്നിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വിശ്വാസ പ്രഖ്യാപനം പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ഉറപ്പിച്ചോണം, നമ്മൾ ജീവിതത്തിൻ്റെ അകത്ത് കാണുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിപ്പാൻ. വിശ്വാസ ജീവിതം പ്രവർത്തിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമെന്ന് വചനത്തിൽ പറയുന്നു. അപ്പോൾ കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ഉറപ്പാണ് നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ നന്ദി യേശുവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. നിങ്ങൾക്ക് എത്ര പേരുടെ ഉള്ളത്തിലേക്ക് ഇത് പതിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. എത്ര ഭയങ്കര പ്രതികൂലമായിക്കോട്ടെ, എത്ര വലിയ വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ രീതി ഇതാണ്. ഞാൻ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നല്ലൊരു ഉദാഹരണം പറഞ്ഞല്ലേ, നമ്മുടെ ചുറ്റിലുള്ള ഹോസ്പിറ്റലിലേക്ക് നോക്കുക. രാവിലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുക. അവിടെ പോയിട്ട് നിങ്ങൾ നോക്കുക, അവിടെ ഇറങ്ങി വരുന്ന രോഗിയോട് ചോദിച്ച, സഹോദര ഡോക്ടർ എന്നാ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കണം, ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്താലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശു പറയുമ്പോൾ ഇത് സംഭവിക്കുന്നത്? യേശു ആദ്യമേ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. അപ്പോൾ എൻ്റെ വരവ് ഇവിടുന്നല്ല, സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തി ഇതേപോലെ സംസാരിക്കുന്നില്ല. ബ്രദറെ, ഞാൻ യേശുവിൻ്റെ കൂടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമായിട്ട്, നിങ്ങൾ നോക്കിക്കേ, യേശുവിൻ്റെ കൂടെ ഉള്ളവരെ പറ്റി യേശു പറഞ്ഞ വിശ്വാസം ഇല്ലാത്തവരുന്ന നോക്കിക്കേ. ഞാൻ പറയുന്നതല്ല, യേശു പറയുന്ന വാക്ക് കണ്ടോ, എൻ്റെ കൂടെ പോലും ഞാൻ വിശ്വാസമുള്ളവരെ കണ്ടിട്ടില്ല. ഇത്രയും വലിയ ജനക്കൂട്ടം തിങ്ങി നിൽക്കുമ്പോഴാണ് യേശു പറയുന്നത്, എൻ്റെ കൂടെ ഉള്ളതിന് പോലും വിശ്വാസമില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ആൾ കൂടുന്നതിലല്ല കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ഓടി നടക്കുന്നതിലല്ല കാര്യം, ഹൃദയത്തിൽ വിശ്വസിച്ച് കാണ്ടേ. ബ്രദറെ, ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ബ്രദറും കൂടെ എനിക്ക് വേണ്ടി ഒന്നും ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കാണണം. എന്നിട്ട് ബ്രദറെ പറ, നമുക്ക് ഒരുമിച്ച് അങ്ങ് കാണാൻ വേണ്ടി പോവുക യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അപ്പോൾ ഹൃദയത്തിൽ നോക്കിക്കേ, ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. നമ്മൾ പറയത്തില്ല, എന്ത് ചെയ്യാതാ? ഇതാ നമ്മുടെ പ്രശ്നം. നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? കാണാൻ വേണ്ടി പോവാ. ഞാൻ ഈ പറയുന്നത് കാണാൻ വേണ്ടി പോവാ കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ എൻ്റെ ഡയറിയിൽ ഞാനൊരു 1 വർഷമായിട്ട് ഞാൻ നമ്മുടെ ഒരു വാഹനത്തിന് വേണ്ടി ഈ പ്രത്യേകിച്ച് കാര്യം ഒരു 7 സീറ്റർ കാർ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള പല സഹോദരങ്ങളുമൊക്കെ 7 സീറ്റർ കാർ എടുത്തു. അപ്പോൾ ഞാൻ എല്ലാം നന്ദി പറഞ്ഞു, കർത്താവേ, നമുക്ക് പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഈ ക്യാമറയും അതും ഇത് സ്റ്റാൻഡും എല്ലാം കൊണ്ടുപോകണമെങ്കിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ 2-3 സഹോദരന്മാരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം കയറ്റിക്കൊണ്ട് പോകണം, നമുക്ക് വലിയൊരു വിശാലമായിട്ടൊരു വണ്ടി വേണം. അപ്പോൾ ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങ് എഴുതി വെച്ചു, കർത്താവേ, ആ വാഹനത്തിൻ്റെ പേരും ഇപ്പം വൈഫ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു വൈറ്റ് കളറിലെ വണ്ടിയാണ് കർത്താവ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വൈറ്റ് കളറിലെ വണ്ടിയും വാഹനത്തിൻ്റെ പേരും, ഏത് വണ്ടി എനിക്ക് വേണ്ടത്, ആ വാഹനത്തിൻ്റെ പേരും 7 സീറ്ററും തന്നതിനായി നന്ദിയെന്ന് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചു. ഞാനത് പ്രഖ്യാപിച്ചു. 1 വർഷമായിട്ട് 7 സീറ്റർ തപ്പി നടക്കുക, കിട്ടുന്നില്ല. ആദ്യം എഴുതി വെച്ചതിൻ്റെ 3-ാമത്തെയോ 2-ാമത്തെയോ മാസം ദൈവം അത്ഭുതകരമായൊരു വണ്ടി തന്നു. എന്താ കാരണം എന്നറിയാവോ? കാണാത്ത കാര്യങ്ങളെ നിശ്ചയിക്കാൻ തുടങ്ങിയാൽ അസാധാരണമായ കാര്യങ്ങൾ തുറന്നു വരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കാണുന്നത്, വിശ്വാസത്താൽ കാണുന്നതിനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, അതിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട്. നോക്കിക്കേ, ഇവിടെ പറയാൻ അവസാനിക്കാൻ വേണ്ടി പോവാണേ. അപ്പം ഈ ശതാധിപനോട് പറയും, നീ പോ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ശതാധിപൻ തിരിച്ച് നടക്കുക. ഒന്നുകൂടെ ഞാൻ പറയാവേ, ശതാധിപൻ തിരിച്ച് നടക്കുന്ന സമയത്ത് മനസ്സ് പറയാം, മണ്ടത്തരമായി പോയടാ,
എന്നാ നീ കാണിച്ച മണ്ട? യേശു വരാമെന്ന് പറഞ്ഞതല്ലേ. നീ വലിയ ഷോ കാണിച്ചിട്ട് യേശുവിന് പറഞ്ഞ് വരണ്ട, പറഞ്ഞാൽ മതി. മനസ്സിങ്ങനെ പറയുക, കണ്ടോ യേശു വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ആ രോഗിയെ എണീപ്പിക്കുമ്പോഴല്ലേ വിടുതലുണ്ടാകുന്നത്. മനസ്സിങ്ങനെ അയാളെ വേട്ടയാടി കാണും. പക്ഷേ അയാളുടെ മനസ്സിൻ്റെ അകത്ത് മറ്റൊരു ചിന്ത പറഞ്ഞു, യേശു പോകാൻ പറഞ്ഞു. അവൻ കണ്ണടയ്ക്കുമ്പം കാണുന്നത് ചെല്ലുമ്പം ബാല്യക്കാരൻ ചാടി എണീറ്റ് നിൽക്കുന്നതായിരിക്കും. കണ്ടോ, പോകുകയിൽ ആ മനുഷ്യൻ പോകുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു മൽപ്പിടുത്തം നടക്കുമായിരിക്കും, നടക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ മനസ്സ് പറഞ്ഞില്ല, നീ അവിടെ ചെല്ലുമ്പോൾ ബാല്യക്കാരൻ എണീറ്റ് നിൽക്കും. നോക്കിക്കേ, അവൻ പോകയിൽ ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ പറയുന്നവർ പറയണവേ, ഞാൻ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ വേണം. ഞാൻ എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് കാണാൻ വേണ്ടി പോവാന്ന് പറ. ഞാൻ പറയുന്നത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നിങ്ങളുടെ യൂണിവേഴ്സ്. ഇതാണ് ദൈവരാജ്യത്തിലുള്ളവരുടെ വിശ്വാസി. ഇതാണ് വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലി ജീവിക്കുന്ന അല്ല വിശ്വാസ ജീവിതം. ഇതാ വിശ്വാസ ജീവിതം. ഇതാണ് സ്വർഗീയ ജീവിതം. നിങ്ങളുടെ ലാംഗ്വേജ് ഇതാണ്. നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ് പ്രിയരെ. നിങ്ങൾ ലോകത്തിൽ ആൾക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നവരല്ല വിശ്വാസി. നമ്മളൊക്കെ തന്നെ വിശ്വാസി എന്ന് പറഞ്ഞ ബ്രദറെ ഞായറാഴ്ച പള്ളിയിൽ പോകണം, ബൈബിൾ എടുക്കണം, അങ്ങനെ ഇങ്ങനെ വലിയ ഇതൊന്നും അല്ല. ഇതൊക്കെ ഫോർമാലിറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പോലെ ജീവിക്കുന്നതാണ് വിശ്വാസ ജീവിതം. യേശു ക്രിസ്തുവിന് വലിയ ടെൻഷനുണ്ടോ? യേശു പറയും, ദൈവമേ നാളെ പത്രോസെ എന്നാ ചെയ്യും, നമുക്ക് കഫർനഹൂമിലേക്ക് പോകണം, ദൈവമേ എന്നാ ചെയ്യും? യേശു പറയും, ദൂതന്മാരിറങ്ങും, സ്വർഗത്തിൽ നിന്ന് സംഭവം വരും, പേടിക്കൊന്നും വേണ്ട, 5000 പേരിരിക്കുക. കർത്താവ് പറയും, ഞാൻ നമ്മുടെ വലിയൊരു അത്ഭുതം കേട്ടോ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യം. കോട്ടയത്ത് നമ്മൾ പ്രാർത്ഥന വെച്ച സമയത്ത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് അജയസ്റ്റൊക്കെ സിസ്റ്റർ നമ്മളെ കൂടി ഞാൻ ചോദിച്ചു എത്ര പേര് സിസ്റ്റർ വരുന്നത്. അപ്പം ഏകദേശം നമുക്കൊരു അറിവ് വെച്ചൊരു 10-30 പേര് വരുമെന്നാണ്. അപ്പം കോട്ടയത്ത് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ 10-30 പേർക്ക് വേണ്ടിയല്ല. അപ്പോൾ കുറേ വലിയ ഹോള് നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് നമുക്കറിയത്തില്ലല്ലോ കാര്യം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല കാര്യം. നമ്മൾ സൂമിൽ ഇങ്ങനെ കുറച്ച് പേര് പൊക്കോണ്ടിരിക്കുന്നു. നിങ്ങളൊന്നും വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. സ്വപ്നത്തിൽ പോലും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങളൊക്കെ പെട്ടെന്ന് വരുമെന്ന് നമുക്കറിയത്തില്ല. മാനുഷിക ബുദ്ധിയിൽ ദൈവം കൂട്ടി വരുത്തുന്ന എപ്പോഴേലും അറിയാം, എന്നെങ്കിലും നടക്കുമെന്ന് അറിയാം, പക്ഷേ എന്നാണെന്ന് അറിയത്തില്ല. ഇതാണ് അത്ഭുതത്തിൻ്റെ പ്രത്യേകത. എന്നേലും സംഭവിക്കും നമുക്കറിയാം, എന്നാന്നുള്ളത് അറിയത്തില്ല. അപ്പം ഞാൻ വിശ്വസിച്ചപ്പോൾ പറഞ്ഞ സിസ്റ്ററെ ഒരു കാര്യം ചെയ്താൽ നമുക്കൊരു 10-30 പേര് വരുമായിരിക്കാം. എല്ലാം കൂടെ കൂട്ടി നമ്മൾ 40 പേര്, അറിയാവുന്ന 10 പേര്, അവിടുന്ന് ഇവിടുന്നൊക്കെ ആരെങ്കിലും വന്നാൽ എല്ലാം കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു 100 പേരുടെ ഹോള് കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ബുക്ക് ചെയ്തപ്പോഴും അവിടുത്തെ സഹോദരൻ പറഞ്ഞു, ബ്രദറെ അതിനേക്കാളും ചെറിയ ഹോളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും 100 ഇരിക്കട്ടെ, അത്രയും പേര് ചിലപ്പോൾ വരത്തില്ലായിരിക്കാം, 30 പേര് നമുക്കറിയാവുന്ന 10-30 പേര് വരും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ദൈവം എന്തെങ്കിലും കൂട്ടി വരുത്ത് നമുക്കറിയാം. എന്നാലൊരു 10-11 മണി ആയപ്പോഴേക്കും അവിടുത്തെ ഹോളുകാർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ നമുക്കവിടെ AC ഓണാക്കാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ നമ്മൾ ഇച്ചിരി പേര് കൂടി 100 പേര് മേളിൽ കയറി 11 മണി ആയപ്പോഴേക്കും 11:30 ആയപ്പോഴേക്കും ഏകദേശം സഹോദരന്മാർ പറഞ്ഞു ഏകദേശം 700 അടുത്ത് ആൾക്കാരവിടെ ഉണ്ടായിരുന്ന പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ 30 പേരെ പ്രതീക്ഷിച്ചാണ് തുടങ്ങിയത്, അത് 100 കവിഞ്ഞ് 200 കവിഞ്ഞ് 300 കവിഞ്ഞ് 700 അടുത്ത് ആൾക്കാരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ ചിന്തിക്കുക, ആ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രമല്ലാതെ വേറെ കോട്ടയത്തെ ഏതെങ്കിലും ഹോൾ എടുത്തിരുന്നെങ്കിൽ നമുക്കറിയാം നിമിഷ നേരം കൊണ്ട് അവിടെ തൊട്ട് താഴെ ധ്യാനകേന്ദ്രത്തിലെ ഏറ്റവും വലിയ ഹോളാണ് നമുക്ക് തന്നത്. കണ്ടോ, ഏറ്റവും വലിയ ഹോള് നമുക്ക് അപ്പം ഞാൻ ചിന്തിക്കുക, കർത്താവിൻ്റെ ഒരു പ്ലാൻ കണ്ടോ. വേറെ ഏതെങ്കിലും ഹോള് കോട്ടയത്ത് എടുത്തിരുന്നെങ്കിൽ അത്രയും പേര് വന്ന് എന്നെ ചെയ്തേനെ, ആ 100 പേർക്ക് വേണ്ടി പ്രാർത്ഥന വെച്ചിട്ട് ബാക്കി എല്ലാവരെയും പറഞ്ഞു വിടേണ്ടി വന്നേനെ. പക്ഷേ യേശുവിൻ്റെ പ്ലാൻ വേറെയാ പ്രിയരെ. അവിടെ തന്നെ ഹോൾ എടുപ്പിച്ചിട്ട് ആ ആൾ നിറയുമെന്ന് യേശുവിനെ അറിയായിരുന്നു. അതുകൊണ്ട് തമ്പുരാൻ എന്ത് ചെയ്തു, തൊട്ട് താഴത്തെ ഹോൾ ഒരാളെ കൊണ്ടും ബുക്ക് ചെയ്യിപ്പിച്ചില്ല. നമുക്ക് വേണ്ടി ദൈവം അത് ഹോൾഡ് ചെയ്ത് വെച്ചു. നിമിഷ നേരം കൊണ്ട് നമ്മൾ താഴേക്ക് ചാടി. ഞാനിത് സാക്ഷ്യമായിട്ട് പറയുക കേട്ടോ. അപ്പോൾ കർത്താവിനെല്ലാം സ്വർഗത്തിൽ നിന്ന് എല്ലാം വരുമെന്ന് യേശുവിന് അറിയാം. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിൽ മനസ്സിലായിക്കോണം, നിങ്ങളുടെ സ്രോതസ് യേശുവാണേ. ദൈവരാജ്യത്തിൽ നിന്ന് നന്മ വരും. ആരെയും നോക്കരുത് കേട്ടോ. ഒരാളുടെ മുമ്പിലും തല കുനിക്കണ്ട. ഒരാളുടെ മുമ്പിൽ നിങ്ങൾ പോയിട്ട് ബ്രദറെ അവരുടെ സഹായം ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒന്നും വേണ്ട, യേശുവേന്ന് വിളിച്ചോ, യേശുവേന്ന് വിളിച്ചോണം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരും. ഓ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആലോചിക്കുകയാണ്, ഞാൻ ജോലി നിൽക്കുന്ന ദൈവം എന്നെ ആക്കി വെച്ച് ഇപ്പോഴത്തെ ഒരു സ്ഥലത്ത് വലിയ പ്രതികൂലമായിരുന്നു എനിക്ക്.
നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് എനിക്ക് അവിടെ ഒരു രക്ഷയില്ലായിരുന്നു. അവിടെയുള്ള മിക്ക ആളുകളും, പ്രത്യേകിച്ച് ഇന്ത്യക്കാരല്ല കൂടുതലും, ഇന്ത്യത്തെ പുറത്തുള്ള ആൾക്കാരാണ്. ഇവർ പലപ്പോഴും എനിക്ക് അവിടെ എതിരായിരുന്നു. പലപ്പോഴും എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ നമുക്കൊന്നും മറ്റുള്ളവരെ പോലെ ദേഷ്യപ്പെടാൻ പറ്റത്തില്ല, അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എതിർക്കാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ ആകെയുള്ള ആയുധമെന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സ് പറഞ്ഞ് നിർത്തിയേക്കാം ഇവിടുന്ന്. കാരണം വെച്ചാൽ ഒരു അനുകൂലമായിട്ടൊന്നുമില്ല, എല്ലാവരും പ്രതികൂലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ സൂം പ്രയർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് അനുഭവിക്കുന്നത്. ഞാൻ ഇന്നും ആലോചിക്കുമായിരുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഈ സൂം പ്രയറിൽ ഇരുന്നുകൊണ്ട് സാക്ഷ്യമായിട്ട്. ഇവിടുന്ന് നമ്മൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വിശ്വാസമൊക്കെ പറഞ്ഞു ചെല്ലുമ്പോഴേക്കും എനിക്ക് അവിടെ ഒരു സ്വസ്ഥതയും തരുന്നില്ല. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നം, വെറുതെ കംപ്ലൈൻറ്റുകൾ, വെറുതെ ടാർജറ്റ്, ആൾ കൂടി. ഞാൻ അവിടെ നിൽക്കാൻ ഇപ്പോഴും ഓർക്കുക, ആൾ കൂടിയിട്ട് ഒരാളെ തന്നെ അറ്റാക്ക് ചെയ്ത അവസ്ഥ ആലോചിച്ച് നോക്കി. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന അതേ അനുഭവം ബ്രദറും കടന്നു പോവുക. ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഒരു രാത്രി, പ്രത്യേകിച്ച് ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും, ഇത്ര ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നു, എപ്പോഴും പ്രശ്നം. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു ഇവിടുന്ന് മാറിയേക്കാം, വേറെ എവിടെയെങ്കിലും പോയേക്കാം. പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, ഞാൻ എന്തിനാ മാറുന്നത്? ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, അവർ ഒരു വഴിയായി വരും, 7 വഴിയായി അവർ ഓടിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് പറയുമ്പോൾ പ്രശ്നം കൂടാൻ തുടങ്ങി, ഇവർ സംഘം ചേരാൻ തുടങ്ങി, ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓർക്കുമായിരുന്നു ആ സമയത്ത് നമ്മൾ ഈ സൂം പ്രയർ കഴിഞ്ഞ് അങ്ങോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല ജോലി സ്ഥലത്തോട്ട്. ഇത് സാക്ഷ്യമായിട്ട് ഞാൻ പറയുക കേട്ടോ, എനിക്ക് പോകാനേ തോന്നില്ല. ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് കുറച്ച് എന്തൊരു മാട്, പിന്നെ എങ്ങനെയാണ് അപ്പം മനസ്സിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മാറും ഇവിടുന്ന്. ഞാൻ എൻ്റെ മനസ്സിനോട് വചനം പറഞ്ഞു, ഇല്ല, എന്നോട് എതിർക്കുന്നവർ അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. പ്രിയരെ, ഞാനിന്ന് ഓർക്കുമായിരുന്നു, ഞാൻ അവരെ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. ഞാൻ അവർ ഒറ്റ കാര്യം, ഞാൻ കർത്താവെ എന്നോട് എതിർക്കുന്നവർ നശിക്കാൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. പകരം അവരൊന്നെങ്കിൽ കർത്താവ് എനിക്ക് അനുകൂലമാണ്, ഇല്ലെങ്കിൽ ദൈവഹിതമല്ലെങ്കിൽ മാറിപ്പോട്ടെ. 2 കാര്യം അവർ അടിച്ചത്, ഒന്നെങ്കിൽ എനിക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ ദൈവഹിതമാണെങ്കിൽ കൂടെ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ മാറിപ്പോട്ടെ. നിങ്ങൾക്കറിയാവോ, ചിലത് അവിടെ നിന്ന് ചെതറിപ്പോയി, ചിലത് അനുകൂലമായി നിൽക്കും ഇപ്പം. ആമേൻ. ഇത് സാക്ഷ്യമാണ്. മനസ്സ് പറഞ്ഞ് ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കും, ബ്രദർ ഇങ്ങനെ സൂംബ്രയിലേക്കിരിക്കുമ്പോൾ എന്ത് സുഖമല്ലേ. നിങ്ങൾ കടന്നു പോകുന്ന അതേ അനുഭവത്തിലൂടെ പലപ്പോഴും ഞാനും കടന്നു പോകും. പക്ഷേ എന്നെ ധൈര്യപ്പെടുത്തിയതും ബലപ്പെടുത്തിയതും കർത്താവിൻ്റെ വചനമാണ് പ്രിയരെ. പറയണം, കാണുന്നത് പറയുന്നത് കാണാൻ പോകുന്നുള്ളൂ, പറയുന്നതേ കാണത്തുള്ളൂ. ഞാൻ എന്നോട് തന്നെ പറയില്ല, ഞാൻ പോകത്തില്ല. ഞാൻ എന്തിനാ മാറുന്നത്? ഞാൻ എന്തിനാണ് ഇവരെതിർക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇവരല്ലേ പോകേണ്ടത്, ഞാൻ എന്തിനാ പോകേണ്ടത്? കാരണം എന്നെ നിർത്തുന്നൊരു ദൈവമുണ്ട്. പറയണം, എന്നെ നിർത്തുന്ന ദൈവമാണ്. എന്നോട് എതിർക്കുന്നവൻ ഓടിപ്പോട്ടെ, അവൻ പോട്ടെ, ഞാൻ പോകത്തില്ല. നിങ്ങൾ സ്വയം പറയണം, എന്നോട് എതിർക്കുന്നവനെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, അവർ ഒരു വഴിയായി വരും, അവർ 7 വഴിയായി ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. നന്ദി യേശുവേ. നമ്മുടെ സമയം ഇച്ചിരി മുന്നോട്ട് പോയല്ലേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറപ്പിച്ചോണം. ഇവിടെ പ്രശ്നം പലപ്പോഴും, ബ്രദറെ എനിക്ക് ചിലരിങ്ങനെ വിളിക്കുക, ബ്രദറെ എനിക്ക് പരീക്ഷയാണ്, ബ്രദറെ എനിക്ക് പരീക്ഷ ജയിക്കാൻ വേണ്ടി ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, എന്തു വിശ്വാസമുള്ളത് നിങ്ങൾക്ക്? ജയിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം, അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമാണോ ജയം? അല്ല, ആദ്യം വിശ്വസിക്കണം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ജയിക്കും. എനിക്ക് ചിലപ്പോൾ വലിയ IAS അത്രയും കഴിവില്ലായിരിക്കാം, MBBS അത്രയും കഴിവില്ലായിരിക്കാം, എനിക്ക് ചിലപ്പോൾ വക്കീലന്മാരെ പോലെ കഴിവില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇവരെക്കാൾ ബൈബിൾ പറയുന്നു, നീ ക്രിസ്തുവിൽ ഉന്നതനായിത്തീരും, ദൈവത്തിൽ ഉന്നതനായിത്തീരും, ദൈവത്തിൽ ഉന്നതനായിത്തീരും. ബൈബിൾ പറഞ്ഞു ക്രിസ്തുവിൽ പ്രസിദ്ധനായിത്തീരും. കണ്ടോ? പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ജയിക്കും. കൃപ വരും, കഴിവ് വരും, ശക്തി വരും, ബലം വരും, ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് വരും. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയോ? ഇതാണ് സ്വർഗീയ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസി. ഇതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിട്ട് ആൾക്കാർ കറക്കുന്നത്. ഇതുകൊണ്ടാണ് പല സഭകളിലും ആൾക്കാർ വളർച്ചയില്ലാതിരിക്കാൻ കാരണം. നമ്മൾ ആരും മിടുക്കന്മാരായതുകൊണ്ടല്ല, ഞാൻ എല്ലാവരും വിമർശിക്കുകയല്ല. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേൾക്കണം, കേട്ടത് നമ്മൾ വിശ്വസിക്കണം, വിശ്വാസത്താൽ നമ്മൾ പറയണം. പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് പറയേണ്ടത്? അധികാരത്തോടെ പറയണം. അല്ല, എങ്ങനെയാ പറയേണ്ടത്? അത് തന്നെ. അത് നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു,
ഇനി ഞാനത് കാണാൻ വേണ്ടി പോവാ. ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ വേറെ ജോലി നോക്കി പോകായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ് എന്നോട് എതിർക്കുന്നവൻ ചെതറിപ്പോവും. ആമേൻ. ആരെയും നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷേ നിങ്ങൾ നിസാരക്കാരല്ല പറയുക. നിങ്ങളെ തൊടുന്നവരെ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ എന്ന് ബൈബിൾ പറയുന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. എൻ്റെ ഉള്ളത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് നമ്മൾ ഡിസംബറിൽ ഒരു പ്രാർത്ഥന, ഒരു പ്ലാനും ഇല്ല ഇതുവരെയായിട്ടും, ഒരു സ്റ്റെപ്പ് പോലും എടുത്ത് വെച്ചിട്ടില്ല. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഡിസംബറിൽ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ മനസ്സിൻ്റെ അകത്തൊരു ആഗ്രഹം. കണ്ണൂർ ദൈവാത്മാവ് എന്നെ കാണിച്ചതുകൊണ്ടാണ് ചോദിക്കുന്നത്. കണ്ണൂരിൽ നമുക്കൊരു പ്രാർത്ഥന റെഡിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് ഞാൻ കണ്ണൂരിൻ്റെ 7 അയലക്കത്ത് വന്നിട്ടില്ല. എണ്ണൂരോട്ട് എനിക്കൊരു പരിചയമില്ല, സ്ഥലം അറിയത്തില്ല, തീർച്ചയായിട്ടും ട്രിവാൻഡ്രം പിന്നെ എനിക്കറിയാം സിസ്റ്ററെ, നമ്മൾ പലവട്ടം വന്ന് പരിചയമുണ്ട്. കണ്ണൂർ എനിക്ക് ഒരു പരിചയമില്ല. അപ്പം കണ്ണൂരിൽ നമുക്കൊരു പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന കണ്ണൂരുകാരുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹോള് വേണം. നിങ്ങൾ അതിൻ്റെ എക്സ്പെൻസ് ഓർത്തൊന്നും ഭാരപ്പെടേണ്ട. നല്ല ഹോള് വേണം. നമുക്ക് കണ്ണൂർ ഹോള് ഞങ്ങൾ ബുക്ക് ചെയ്യാം ബ്രദറെ. കണ്ണൂർ വലിയ ഹോളുണ്ട്, ഞങ്ങൾ ചെയ്യാം. ഇവിടുത്തെ കണ്ണൂരത്തെ എല്ലാ കാര്യം ഞങ്ങൾ ചെയ്തു തരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും, അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന സിസ്റ്ററെ, ഡിസംബർ എൻ്റെ ഉള്ളത്തിൽ അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ കൺഫർമേഷനിലേക്ക് കർത്താവ് ചെയ്യും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണൂർ, എനിക്കറിയാം സഹോദരങ്ങളെ, നമ്മുടെ പ്രെയർ ലൈനുള്ള സഹോദരങ്ങളോട് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ ഉള്ളത്തിൽ വന്നതാണ്. അപ്പം അവർക്കൊക്കെ അവൈലബിൾ ആകണം. പല രാജ്യത്ത് കിടക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഒരു നിമിഷം പറഞ്ഞു നേരത്തെ പറയണം, കാരണം ഹോള് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. തീർച്ചയായിട്ടും ഡേറ്റ് ഒരു മാസം മുമ്പേ. തീർച്ചയായിട്ടും ഞാനിത് കുറച്ച് വരും ദിവസങ്ങളിൽ തന്നെ ഇത് കൺഫർമേഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തും ഒക്കെ ഉണ്ട്, പല പട്ടണങ്ങളിൽ. ഞാൻ ചുരുങ്ങിയ എനിക്ക് അഥവാ വന്നാൽ തന്നെ എനിക്ക് ആകെ 2 ആഴ്ച, അത് 2 ആഴ്ച പൂർണ്ണമല്ല, 1.5 ആഴ്ച പോലും കഷ്ടി കാണത്തുള്ളൂ എനിക്ക് സമയം. അതിൻ്റെ അകത്ത് നമുക്ക് ക്രമീകരിക്കാം. അപ്പോൾ ഇനിയും ഞാൻ വീണ്ടും നമ്മൾ വരും, കാണുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. ഈ പ്രാവശ്യത്തെ 2ാമത്തെ 3ാമത്തെ മിഷണറിയാണ് നമ്മുടെ ബ്രദറെ. ഹോളിന് നമ്മൾ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ. അവിടെ ഒരു വലിയ ഹോള്, അവിടെ ജനങ്ങൾക്ക് വരാനും എല്ലാം സൗകര്യമുള്ള ഹോളാണ്. റെയിൽവേ സ്റ്റേഷനിലായാലും ബസ്സിന്നായാലും എല്ലാം വരാനുള്ള സൗകര്യമുള്ള ഹോളാണ് ബ്രദർ. തീർച്ചയായിട്ടും ഞാൻ പേര് പറഞ്ഞ് ബുക്ക് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ണൂർ ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥന വെക്കും. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. പരിശുദ്ധാത്മാവ് അത് ഒരുക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഷോർട്ട് ടൈം നോട്ടീസാണിത്. പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികളും പലപ്പോഴും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നേരിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന ആലോചനകളും അത്ഭുതകരമായ ദൈവം എന്നെ ഉപയോഗിക്കും. എൻ്റെ കൂടെ പറഞ്ഞു, ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് പറ. പലരും എളിമ കൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവെ എന്നെ അല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കും. യേശു എന്നെ ജനിപ്പിച്ചത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ജാതികൾക്കും രാജാക്കന്മാർക്കും പ്രവാചകനായി കണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പോഴാണ് യിരെമ്യാ പറഞ്ഞു, അയ്യോ കർത്താവേ ഞാൻ ആരാ എന്ന ഒന്നുമല്ല. നമ്മൾ സ്വന്തമായിട്ട് അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ യേശു എന്നെ കണ്ടതാണ്. അനേക തകർന്ന ഭവനങ്ങളെ വിടിവിക്കുവാൻ യേശു എന്നെ കണ്ടതാണ്. സ്വയമായിട്ട് പ്രഖ്യാപിക്കാൻ മറക്കരുതേ. വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ കർത്താവിൽ നമുക്ക് കാണാം. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന വലിയ പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറുകൾ കർത്താവ് ചെയ്യും. ഞാനിത് ചുമ്മാ ഇത് ജസ്റ്റ് റഫായിട്ട് പറഞ്ഞാണ്. പക്ഷേ നിങ്ങളൊന്ന് എൻകറേജ് ആകണമേ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ദേശങ്ങളെ പട്ടണങ്ങളെ പിടിപ്പാൻ ദൈവം ഇപ്പം ഞാൻ ചോദിച്ചതാണ്. ഈ ദിവസങ്ങളിൽ അതിൻ്റെ കൺഫർമേഷൻ പറയുന്നതായിരിക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കാര്യം എനിക്കിവിടെ കുറച്ച് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചൊരു ജോലി സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ദൈവത്തിൻ്റെ ഒരു പ്ലാന് വേണ്ടി. ഫുൾ ടൈം നമ്മൾ മിനിസ്ട്രിയാണ്, പാർട്ട് ടൈം മാത്രമാണ് ജോലി. ഒന്നുകൂടെ ഞാൻ പറയാം, ഫുൾ ടൈമാണ് മിനിസ്ട്രി, പാർട്ട് ടൈമാണ്. എല്ലാവരും അങ്ങനെ. നിങ്ങൾ ഏത് ജോലി, കളക്ടറോ ഡോക്ടറോ എന്തും ആയിക്കോട്ടെ, എപ്പോഴും പറ ഫുൾ ടൈം ഞാൻ സുവിശേഷ വേലക്കാരനാണ്, പാർട്ട് ടൈമാണ് എൻ്റെ ജോലി. എപ്പോഴും ഓർത്തോണേ. നിങ്ങൾ എന്നാ വലിയ ജോലിയാണെങ്കിലും, ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും പറയണം, ഞാനിത് പാർട്ട് ടൈമാണ്, ഞാൻ ഫുൾ ടൈം സുവിശേഷ വേലക്കാരനാണ്.
ദൈവം നമ്മളെ ആക്കി വെച്ചു കൊടുത്തുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാ കാര്യങ്ങളും പങ്കു, പ്രത്യേകിച്ച് കണ്ണൂരും തിരുവനന്തപുരം ഒക്കെ ഉള്ളവർ നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ അകത്ത് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് പല പ്രാർത്ഥനകളും. ഇതെല്ലാം ഒരു തുടക്കമാണ്. എനിക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് എല്ലാം ഒരുക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുന്നത് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ കഴിവോ പ്രാപ്തി ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ചിലപ്പം ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചു, എന്നോട് ബ്രദർ അല്ലെങ്കിൽ ദൈവം എന്നോട് ഇടപെട്ടില്ല, ഭാരപ്പെടരുതേ. നിങ്ങളുടെ സമയം ആയിട്ടില്ലാത്തത് കൊണ്ടാണ് പറയുക, അല്ലാതെ നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു ആലോചന ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിൽ അത് റിവീലായിട്ട് വരും. യേശുവിൻ്റെ നാമത്തിൽ നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈയെടുത്ത് വെച്ചു. നമുക്ക് ശനിയാഴ്ച നമ്മുടെ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ഹീലിംഗ് മിനിസ്ട്രി ശനിയാഴ്ച സൂമിൽ ഇന്ത്യൻ സമയം 8 മണി മുതൽ തുടങ്ങുവാണ് പ്രാർത്ഥന. അതിൽ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കയറ്റിക്കോണേ. യേശുവരോട് പറഞ്ഞ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞോണം. ഓ യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവ്. ഞാൻ എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്നെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഈ തെങ്ങിൻ തോപ്പ് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ഭവനമാണ്. ഈ തെങ്ങിൻ തോപ്പിൻ്റെ അവിടം കഴിഞ്ഞ് ആ വഴി തന്നെ, ആ നിര തന്നെ നേരെ വരുമ്പോൾ വലതുവശത്തായിട്ടുണ്ടായിരുന്ന ഒരു ഭവനമാണ് കർത്താവിനെ. അതായത് തെങ്ങിൻ്റെ തോപ്പ്, ഈ തെങ്ങിൻ തടങ്ങളുള്ള ഈ സ്ഥലം വലതുവശത്താണ്. അതായത് നിങ്ങൾ നടന്നു വരുമ്പോൾ ഒരു വഴി ഞാൻ കാണുന്നത്. ആ വരുന്ന വഴിക്ക് നടന്നു വരുന്ന വഴിയിൽ വലതുവശത്തായിട്ട് തെങ്ങിൻ തോപ്പ് ഞാൻ കാണുന്നു. അതിങ്ങനെ ഈ മുള്ളുവേലി കൊണ്ട് ഇങ്ങനെ കെട്ടി അത് വകഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ആ നിരയിൽ തന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതുവശത്താണ് നിങ്ങളുടെ വീട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ല, മറ്റൊരാളുടെ കൈവശത്തേക്ക് അത് പോയി. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. പലപ്പോഴും അതിൽ നടന്നു വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് നോക്കി വിങ്ങാറുണ്ട്. ദൈവസന്നിധിയിൽ പലപ്പോഴും കടഭാരം കാരണം, കയറിക്കൂടിയ പ്രശ്നം കാരണം പലപ്പോഴും നിങ്ങൾക്കത് വിട്ട് കളയേണ്ടി വന്നു. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുവാണേ. നിങ്ങളുടെ ഉള്ളത്തെ ദൈവം തൊടുവാണേ. ഇന്ന് സാമ്പത്തിക കുരുക്കിലൂടെ പ്രവേശിച്ച് നന്മയെ അപഹരിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ വിഷയത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ അധികാരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നപ്പം സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഈ പ്രാർത്ഥന, ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, സ്വർഗരാജ്യത്തിൻ്റെ ഭാഷ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. ഒരാമേൻ പറഞ്ഞാൽ എന്നാ സംഭവിക്കാൻ പോണത്? എന്തു സംഭവിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി അത് റിലീസ് പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. പറയാനുള്ളവർ മാത്രം, നിങ്ങൾ ആലോചന നിങ്ങളുമായിട്ട് ഇടപെടുന്നെങ്കിൽ മാത്രം, നിങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട ആലോചനയെങ്കിൽ ആമേൻ പറഞ്ഞിട്ടെടുത്തോണേ. യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, മ്യൂട്ട് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നപ്പ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം ഇന്ന് വെളിപ്പെടുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ നിങ്ങൾ മ്യൂട്ട് മാറ്റിയേക്കുന്നത്. ബ്രദർ, കർത്താവ് എന്നെ ഒരുക്കുകയാണ് ബ്രദർ. കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി കർത്താവ് എന്നെ ഒരുക്കുകയാണ്. ഏറ്റെടുത്ത ബ്രദർ. ആമേൻ. കർത്താവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ട് ഇത് മാറാൻ വേണ്ടി പോകും. നന്ദി യേശു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. അതിങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, 4 വട്ടം അബോഷനായി പോയ ഒരു ശരീരത്തെ കർത്താവ് എന്നെ 4 വട്ടം അബോഷൻ സംഭവിച്ചു. ആ അബോഷൻ സംഭവിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ട്രിവാൻഡ്രം പട്ടണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ശരീരത്തെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ എൻ്റെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നു. പലപ്പോഴും നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ താലോലിച്ച് ആരംഭിച്ചു, പക്ഷെ നഷ്ടപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്,
ഞാൻ കാണുന്ന ഒരു കാഴ്ച ഉൾഭയം. ഈ തലമുറകൾ ഉണ്ടാകുന്നതിന് മുമ്പ് 17-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ അകത്തോട്ട് പ്രവേശിച്ചൊരു ഉൾഭയം. ആ ഉൾഭയത്തെ ഭയത്തിലൂടെ പ്രവേശിച്ച് ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉൾഭയം ഒരു വിശ്വാസമായി മാറി. എത്ര അമിതമായൊരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായാൽ അത് നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്ത ക്രിയേറ്റ് ചെയ്ത് ആ ചിന്ത ഒരു വിശ്വാസമായിട്ട് മാറി ഭയപ്പാടുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് തൊടുന്നു കേട്ടോ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ? ട്രിവാൻഡ്രമാണ് ഞാൻ ട്രിവാൻഡ്രം കാണാൻ കാരണം ഇത് താമസിക്കുന്നത് അവിടുന്ന് ആ വ്യക്തി താമസിക്കുന്ന ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടൊരു 10 കിലോമീറ്ററിൻ്റെ അകത്ത്, 10 കിലോമീറ്റർ എന്ന് പറയാൻ കാരണം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലത്തിൻ്റെ അടുത്ത് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വ്യക്തി താമസിക്കുന്നത്. പലപ്പോഴും ഇത് പാസ് ചെയ്തിട്ടാണ് ഈ ടൗണിൻ്റെ പുറത്തേക്ക് ഈ വ്യക്തി പ്രവേശിച്ചു പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അടയാളമാണ് കാണിച്ചത് കേട്ടോ. ആ വ്യക്തിയെ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഉദരത്തിൻ്റെ അകത്ത് ഇപ്പോൾ തന്നെ തലമുറയെ തടഞ്ഞു വെച്ചിരിക്കുന്ന സകലവിധമാകുന്ന കർത്താവേ, ഇന്ന് ദുഷ്ടപിശാചിൻ്റെ പ്ലാനുകളെ ക്യാൻസൽ ചെയ്യുന്നു. ആ വ്യക്തി ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. ശരീരത്തിലോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ക്ലെയിം ചെയ്തു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ തകർന്നു പോകത്തില്ല. നീണ്ട നിരാശകൾ നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും മുറിവേൽപ്പിച്ച് ഭയപ്പാടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന വിഷയത്തെ ഇപ്പോൾ കൽപ്പിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഈ സൂമിലാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റുന്നവർ ഇപ്പോൾ മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്ന പറയാനല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, അങ്ങയുടെ കൃപ ഇന്നവിടെ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ സംഭവിക്കുക കേട്ടോ. ഇനി മേലാൽ ആ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ആ വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവിൻ്റെ കൃപ അവിടെ വെളിപ്പെടുക. നന്ദി യേശുവേ, നന്ദി കർത്താവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കാൻ വേണ്ടി പോവുക. നന്ദി യേശുവേ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കാണത്തക്കവണ്ണം വലിയൊരു ദൈവിക സമാധാനം വെളിപ്പെട്ട് വരും കേട്ടോ. താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. ആ വ്യക്തിയെ ബലപ്പെടുത്തിക്കോണേ, ആ വ്യക്തിയെ ശക്തിപ്പെടുത്തിക്കോണേ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ കാനറ ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക് കർത്താവ് എന്നെ കാണിക്കുക. ഈ പാസ്ബുക്ക് ഇപ്പം ഇരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ഷെൽഫ് പോലിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിപ്പിരിക്കുക. അത് തുറന്നു വെച്ചിരിക്കുക. ഞാൻ ആ ഒരു ബുക്കയിൽ നോക്കുമ്പം എസ് എന്ന് പറയുന്ന അക്ഷരത്തിലാണ് അത് ആരംഭിക്കുന്നത്. അതിങ്ങനെ ഒരു ഷെൽഫ് പോലത്തെ സ്ഥലത്തിലേക്ക് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. ആ സ്ഥലത്ത് തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ഗ്ലാസിൻ്റെ എന്തോ ഒരു സാധനവും ഇരിപ്പുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനൊരു അടയാളമായിട്ട് ആ വ്യക്തിയെ കാണിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കറഭാരത്തിൻ്റെ അകത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ദൈവത്തിൻ്റെ നന്മ അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകാമെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഓ നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ആ കുടുംബത്തെ തൊടുന്നല്ലോ, അങ്ങ് അവരുടെ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നല്ലോ. ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ ആലോചന സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഈ സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഈ ആലോചന സ്വീകരിക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ കേട്ടല്ലോ, സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ഭവനത്തിൽ ഉരുവായി വരാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സേവിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. സേവിയറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സേവിയറിൻ്റെ ഭവനത്തിൽ മൂത്ത ഒരാൺ തലമുറയെ കർത്താവിനെ കാണും. ആദ്യത്തെ തലമുറ മൂത്തത് ഒരാണാണ്, അതിനുശേഷം തലമുറകളുണ്ട്. പക്ഷെ മൂത്ത തലമുറയ്ക്ക് വേണ്ടി സേവിയറിൻ്റെ ഭവനത്തിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ
ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ കൃപ ഇന്ന് അവിടെ പെരുകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. സ്വീകരിച്ചോണേ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ, കൃപയാൽ ദൈവം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഈ ആലോചന ഇടപെടുന്നവർ മാത്രം കഴിവണം നിങ്ങൾ ചെയ്താട്ടെ. നിങ്ങൾ ഇങ്ങനെ സൗണ്ട് മ്യൂട്ട് മാറ്റി വെക്കുമ്പോൾ ഭയങ്കര ഇതിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട് സൗണ്ടിനെ. ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ട് കയറി വരും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആലോചന പറയാൻ ഉള്ളവർ മാത്രം മൈക്ക് മ്യൂട്ട്. ഞാൻ എല്ലാവരും ഇപ്പോൾ മ്യൂട്ട് ചെയ്യുവാണ്. അതുമായിട്ട് ബന്ധപ്പെടുന്നവർ മാത്രം മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ ഇങ്ങനെ ഉള്ളത്തി കാണിക്കുക. ഈ ഇടത് കണ്ണിൻ്റെ ഈ സൈഡ് മുതൽ തലയ്ക്കകത്ത് ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു വേദന, നമ്മൾ ഈ എന്തോ സംഭവം കുത്തിക്കൊള്ളുന്നത് പോലെ വേദനകൾ അനുഭവപ്പെടുന്നവർ ഒന്ന് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ആ ശരീരത്തിൻ്റെ മേൽ, ആ പ്രവർത്തനങ്ങളുടെ മേൽ പുതുക്കം ഉണ്ടാകാൻ വേണ്ടി പോവാം. പുതുക്കം ഉണ്ടാകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈയെടുത്ത് വെച്ചു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ലിൻഡോ എന്ന് പറയുന്ന തലമുറയുള്ള ആരെങ്കിലും ഉണ്ട്? ലിൻഡോ എന്ന് പറയുന്ന തലമുറയുള്ള കുടുംബം എന്ന് തന്നെ കേൾക്കുന്നെങ്കിൽ ലിൻഡോയുടെ ഭവനത്തിൽ പ്രത്യേകിച്ച് ആ തലമുറയുമായിട്ട്, ലിൻഡോ എന്ന് പറയുന്ന തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവപ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഇന്ന് ആ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, അങ്ങ് സഹായിക്കുന്ന ഞങ്ങളുടെ വാൻകൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ സകല പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്താൽ ഒരു അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അങ്ങ് സഹായിക്കുന്ന ദൈവമാണല്ലോ, അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അങ്ങ് വീര്യപ്രവൃത്തി ചെയ്യുന്ന കർത്താവാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ, അങ്ങ് ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്നല്ലോ. അവരുടെ ഭവനങ്ങളെ, അവരുടെ ജീവിതങ്ങളെ, അവരായിരിക്കുന്ന സകല വിഷയത്തിൻ്റെ മേലും ദൈവം പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ അങ്ങ് അവരെ തൊടുന്നല്ലോ. അങ്ങ് അവരുടെ ജീവിത നിലവാരത്തിൽ വ്യത്യാസം വരുത്തുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്തോട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ നിമിഷം തന്നെ ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവ് എൻ്റെ വേദനകളെ ക്രൂശിൽ ചുമന്നതാ. എൻ്റെ രോഗത്തിന് വേണ്ടി യേശു ക്രൂശിൽ വില കൊടുത്തതാ. എൻ്റെ വേദന മാറാൻ വേണ്ടി യേശു വില കൊടുത്തതാ. എൻ്റെ തകർച്ചകൾ മാറാൻ വേണ്ടി യേശു തകർക്കപ്പെട്ടതാ. എനിക്ക് ഇന്ന് ഞാൻ കടന്നു പോകുന്ന സകല ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി യേശു വില കൊടുത്തതാ. കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തത് കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് അത്ഭുതമുണ്ട്. കൈയെടുത്ത് വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യം നടക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ. ഫ്രീ ആകട്ടെ ആ ശരീരത്തിൻ്റെ അകത്തുനിന്നും, ആ വേദനയ്ക്കകത്തുനിന്നും, ആ കടഭാരത്തിൻ്റെ അകത്തുനിന്നും, ബുദ്ധിമുട്ടിൻ്റെ അകത്തുനിന്നും, മാനസികമായ ബുദ്ധിമുട്ടിൻ്റെ അകത്തുനിന്നും സൗഖ്യം നടക്കട്ടെ. അത്ഭുതമുണ്ടാകട്ടെ. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് കർത്താവ് നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് ചെക്ക് ചെയ്തു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കർത്താവ് ചെയ്തിരിക്കുന്നു. ആമേൻ. ഈ സമയം സാക്ഷ്യത്തിൻ്റെ സമയമാണ്. വേഗത്തിൽ സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറഞ്ഞാട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കട്ടെ.
അവരുടെ ജീവിതത്തിൽ, ജോലിയിൽ, ബിസിനസ്സിലെല്ലാം വർധനവിനായി നന്ദി പറയുന്നു. അപ്പോൾ വാരി വിതറി കൊടുക്കുവാൻ നന്മയ്ക്ക് നന്ദി. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. രോഗികളൊന്ന് ചെക്ക് ചെയ്ത് ആ വേദന, രോഗം നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുന്നു. സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ മ്യൂട്ടുകളെ മാറ്റി നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറയാൻ വേണ്ടി ഉള്ളവരാണ് മ്യൂട്ട് മാറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ ബൈക്കുകളെ മ്യൂട്ട് ചെയ്യണേ. ബ്രദർ അതിനും ഒരു കാര്യം, ബ്രദർ എന്താണ് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ കാര്യമായിരുന്നു നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞു. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാൻ വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കേൾക്കത്തില്ല. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഇപ്പം തന്നെ ഏറ്റുപറഞ്ഞാട്ട. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറയാം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് താങ്ക് യു ഹോളി സ്പിരിറ്റ്. കേട്ടില്ല സിസ്റ്ററെ? സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഞാൻ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടി പോവാണ്. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവെ ലഭിച്ചു എന്ന് ബ്രദർ, എന്റെ ഹസ്ബൻഡ് ജൂബിലി മിഷൻ ആശുപത്രിയിൽ തൃശ്ശൂരിന് ചേർത്തേക്കാക്കി. ഇനി ഭയങ്കര ഫെയിലിയറായി. 14 ക്രിയാറ്റിനായിട്ട് ഇനി ഡയാലിസിസ് ചെയ്യാനാ മാർഗമുള്ളതെന്ന് പറയുന്നു. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ, മൂത്രം പാല് പോലെയാ പോണത്. ഇത്ര വിഷമത്തിലായിരിക്കും. എന്റെ ഭർത്താവിന്റെ പേര് സുരേഷ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിൽ കിടക്കുന്നു. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കും. ദൈവത്തിന് പുതിയ അവയവങ്ങളെ നിർമ്മിക്കുവാൻ ശക്തനാണ്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു ഉയർത്തുന്ന കർത്താവെ, അങ്ങയുടെ അത്ഭുത സാക്ഷ്യം അവിടെ തുറക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അത്ഭുതം കാണും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. അതെ, എന്റെ അനിയത്തിയുടെ മോളുടെ വിവാഹം ഒക്ടോബർ 2 നടക്കാനിരുന്നതായിരുന്നു. അപ്പൊ ആ മോൻ പോർച്ചുഗലിലാണ് അവനുള്ളത്. അപ്പൊ അവൻ 24 വരാനിരുന്ന ആൾക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. അവൻ റെസിഡൻഷ്യൽ പെർമിറ്റ് എടുത്തിട്ടുള്ളത് ഒരു ഏജൻസി മുഖാന്തരമായിരുന്നു. ആ ഏജൻസിക്ക് എന്തോ പ്രശ്നം വന്നതോടുകൂടി പെർമിറ്റ് കൊടുത്തവർക്കും പ്രശ്നമായി. ഇപ്പൊ അവന് നാട്ടിൽ വരാൻ പറ്റുന്നില്ല ബ്രദറെ. അപ്പോ അതിനു വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതമാക്കി മാറ്റി സിസ്റ്റർ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും. അങ്ങനെ തന്നെ പറഞ്ഞോണം. ഇന്ന് കേട്ടതുപോലെ തന്നെ സാക്ഷ്യമായിട്ട് അത് മാറും തന്നെ പറഞ്ഞോണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ വലിയ